ഹലോ, ഗുഡ് ഈവനിങ്. ഇവിടെ അല്ലേ? അതെ അതെ. നമ്മൾ ലാസ്റ്റ് എന്തായിരുന്നു ഡിസ്കസ് ചെയ്തായിരുന്നത്? ഏത് ടോപ്പിക് ആയിരുന്നു? അഡ്മിഷന്റെ ഡേറ്റയുടെ ചേർന്നു. അഡ്മിഷനുള്ള ഡേറ്റാസ് ചേർന്നു. അത് മിനിമാക്സ് ടേബിൾ മറ്റോ ലിബിന്റെ ചെയ്തിട്ടുണ്ട്. അഡ്മിഷന്റെ ഡാറ്റാ സെറ്റ് ആയിരുന്നു. നമ്മൾ ലീനിയർ റിഗ്രഷൻ ആയിരുന്നു ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ? അതെ അതെ. സോ ലീനിയർ റിഗ്രഷനിൽ അഡ്മിഷൻ ഡാറ്റാ സെറ്റ് വെച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന്റെ എന്തെങ്കിലും സ്റ്റെപ്പ് ഞാൻ PCA വരെ ചെയ്തു. PCA വരെ കംപ്ലീറ്റ് PCA ചെയ്തിട്ടുണ്ട്. വരെ ചെയ്തു. സോ ഇന്ന് നെക്സ്റ്റ് അൽഗോരിതം നോക്കാം. നമുക്ക് ലോജിസ്റ്റിക് റിഗ്രഷൻ ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. സോ അതിന് വേണ്ടിയിട്ട് നമ്മളെ സൂപ്പർവൈസറിലേക്ക് പോവാം. ഇത് കംപ്ലീറ്റ് ലീനിയർ റിഗ്രഷനിൽ വരുന്ന പോർഷൻസ് ആണ്. നമ്മൾ അഡ്മിഷൻ ഡാറ്റാ സെറ്റ് വെച്ചിട്ട് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ സൂപ്പർവൈസ്ഡിൽ വരുന്നത് ഇതിപ്പോൾ റിഗ്രഷൻ ഡാറ്റാ സെറ്റ് ആയിരുന്നു നമ്മൾ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത് ക്ലാസിഫിക്കേഷൻ ആണ്. സോ പുതിയ ഫോൾഡർ ആക്കുന്നുണ്ട്. ഇതാണ് ലോജിസ്റ്റിക് റിഗ്രഷൻ. ബട്ട് സ്റ്റിൽ ഇതിനെ റിഗ്രഷൻ തന്നെയാണ് പറയുന്നത് കേട്ടോ. മറ്റതൊരു ക്ലാസിഫിക്കേഷൻ അൽഗോരിതം ആണ്. ലീനിയർ റിഗ്രഷൻ എന്ന് പറയുന്നത് റിഗ്രഷൻ അൽഗോരിതം, ലോജിസ്റ്റിക് റിഗ്രഷൻ എന്ന് പറയുന്നത് ഒരു ക്ലാസിഫിക്കേഷൻ അൽഗോരിതം ആണ്. അത് എന്തുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞുതരാം കേട്ടോ. അതിൻ്റെ ഡാറ്റേൻ്റെ സ്പെഷ്യാലിറ്റി കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു നോട്ട്ബുക്ക് ക്രിയേറ്റ് ചെയ്യാം. സോ ഫസ്റ്റ് നമുക്ക് ഡയബറ്റിക്സ് എന്ന് പറയുന്ന ഒരു ഡാറ്റാ സെറ്റിനെയാണ് ലോഡ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ലോജിസ്റ്റിക് റിഗ്രഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ആ ഒരു ഡാറ്റാ സെറ്റിനെ ലോഡ് ചെയ്യാം. ഞാൻ ഒന്ന് ഗ്രൂപ്പിൽ ഇടാം കേട്ടോ. ഡയബറ്റിക്സിൻ്റെ ഡാറ്റ ഫസ്റ്റ് അപ്ലോഡ് ചെയ്യുവാണ്. ഡയബറ്റിക് റിസ്ക് പ്രിഡിക്ഷൻ എന്ന് പറയുന്ന ഡാറ്റാ സെറ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ അത് ഓപ്പൺ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഡാറ്റേനാണെങ്കിൽ ഒന്ന് എടുത്ത് നോക്കിക്കോട്ടോ. എന്താണ് എങ്ങനെയാണ് ഇതിൻ്റെ ഡാറ്റ എന്നൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. സോ ഞാൻ ഇതിൻ്റെ നെയിം ഒന്ന് കോപ്പി ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് ഫയലിന് നെയിം കൊടുക്കണം അല്ലേ. സോ ഡയബറ്റിക് പ്രിഡിക്ഷൻ തന്നെയാണ് കൊടുക്കുന്നത് കേട്ടോ. ഡയബറ്റിക് പ്രിഡിക്ഷന് നെയിം കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് എന്താണ്, നമ്മൾ ആസ് യൂഷ്വലി നമ്മളൊരു ഡാറ്റ സെറ്റിന് കിട്ടുമ്പോൾ ചെയ്യുന്ന പോലെ തന്നെ ഇമ്പോർട്ട് പാണ്ടാസ് SPD. നമുക്ക് പാണ്ടാസ് വേണം. അതേപോലെ നമുക്ക് വിഷ്വലൈസേഷൻസ് വേണം. സോ അതിനുള്ള ലൈബ്രറീസും കൂടി സ്റ്റാർട്ടിങ്ങിൽ തന്നെ കൊടുക്കുകയാണ് കേട്ടോ. ഇമ്പോർട്ട് matplotlib ഡോട്ട് typlot as plt കൊടുക്കുക. അതേപോലെ ഇമ്പോർട്ട് കൊടുക്കുക cbon ആസ് SNS കൊടുക്കുന്നുണ്ട്. സോ മെയിൻ ആയിട്ടുള്ള ഇമ്പോർട്ട്സ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റ് ചെയ്യണം അല്ലേ. സോ ആ ഒരു കാര്യം കൂടി നമ്മളിവിടെ കൊടുക്കുകയാണ് കേട്ടോ. ഫ്രം sklearn ഡോട്ട്
പ്രീ പ്രോസസ്സിംഗ് അല്ല, മോഡൽ സെലക്ഷൻ ആയിരുന്നു ട്രെയിൻ സ്പ്ലിറ്റ് വരിക. സോ മോഡൽ അണ്ടർസ്കോർ സെലക്ഷൻ ഇമ്പോർട്ട് കൊടുക്കുക, ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റ് കൊടുക്കുക. സോ അത്യാവശ്യം ഇമ്പോർട്ട്സിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ദെൻ നമുക്ക് ലോജിസ്റ്റിക് റിഗ്രഷൻ ആണ് നമ്മളോട് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിരുന്നു. സോ അതും കൂടി ഇമ്പോർട്ട് ചെയ്യാം. സോ ഫ്രം sklearn ഡോട്ട് ലീനിയർ മോഡൽ കൊടുക്കുന്നുണ്ട്. സോ ലീനിയർ അണ്ടർസ്കോർ മോഡലിൽ നിന്നാണ് നമ്മൾ എന്തെടുക്കുന്നത്, ഇമ്പോർട്ട് കൊടുക്കുക, ലോജിസ്റ്റിക് റിഗ്രഷൻ കൊടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് L ക്യാപിറ്റൽ കൊടുക്കുക, ലോജിസ്റ്റിക് റിഗ്രഷൻ. അത് കഴിഞ്ഞു. അതേപോലെ നമുക്ക് പ്രിഡിക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ, ലോജിസ്റ്റിക് പ്രിഡിക്ഷൻ കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് ആ ഒരു മെട്രിക്സിൻ്റെ ആക്യുറസി സ്കോറും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യണം അല്ലേ. സോ അതിൻ്റെ ഇമ്പോർട്ട്സും കൂടി ചെക്ക് ചെയ്യാനുണ്ട്. ഫ്രം sklearn ഡോട്ട് മെട്രിക്സിൽ നിന്നാണ് നമ്മളത് ഇമ്പോർട്ട് ചെയ്യുന്നത്. സോ ഫ്രം sklearn ഡോട്ട് മെട്രിക്സ് ഇമ്പോർട്ട് കൊടുക്കാം, ആക്യുറസി സ്കോർ വേണം നമുക്ക്. ഇതേപോലെ കൺഫ്യൂഷൻ മെട്രിക്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ഇവിടെ. കൺഫ്യൂഷൻ മെട്രിക്സ് പിന്നെ ക്ലാസിഫിക്കേഷൻ അൽഗോരിതം ഞാൻ പറഞ്ഞിരുന്നു. സോ അതുകൊണ്ട് ഇതാണ് ക്ലാസിഫിക്കേഷൻ റിപ്പോർട്ടും കൂടി വേണം. ക്ലാസിഫിക്കേഷൻ കൊടുക്കുന്നുണ്ട്, റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. സോ ഇത്രയും ഇമ്പോർട്ട്സ് ആണ് നമുക്ക് മെയിനായിട്ട് ആവശ്യമുള്ളത്. ആവശ്യത്തിനുള്ള ഇമ്പോർട്ടൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി അത് യൂസ് ചെയ്താണ്. ഓക്കെ, ഫസ്റ്റ് തന്നെ എന്ത് ചെയ്യാം, ഡാറ്റ ഫ്രെയിം ക്രിയേറ്റ് ചെയ്യാം. ഡാറ്റ ഈക്വൽ ടു അത് റണ്ണാകുമ്പോൾ റണ്ണതിന് ശേഷം നമുക്ക് നോക്കാം. മാറ്റ്പ്ലോട്ട്ലിപ്പിൻ്റെ അവിടെ ഒരു പി മിസ്സിങ് ആയിട്ടുണ്ട്. ഓക്കെ, ഡാറ്റ ഈക്വൽ ടു പി ഡി ഡോട്ട് കൊടുക്കുക, റീഡ് CSV ബ്രാക്കറ്റിൽ സിംഗിൾ കോട്ട്സിൽ കൊടുക്കാം, ആ ഒരു ഡാറ്റ സെറ്റിൻ്റെ നെയിം പേസ്റ്റ് ചെയ്യുക. ദെൻ നെക്സ്റ്റ് ലൈനിൽ ഡാറ്റ ഫ്രെയിമിൻ്റെ നെയിം കൊടുക്കാം. ഓക്കെ, നമ്മുടെ ഇമ്പോർട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്ത് കൊടുക്കുക, ഡാറ്റയിൽ ഒന്ന് നോക്കാം. അല്ല ഇത് ഇങ്ങനെ വന്നിട്ട് നമുക്കത് ഫസ്റ്റ് പോർഷൻ മാത്രം വെച്ചിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഡാറ്റ ഒന്ന് നോക്കാം. ഡയബറ്റിക്സ് റിസ്ക് പ്രൊഡിക്ഷൻ ആണ് ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ടാർഗറ്റ് കോളം എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇത് കണ്ടിട്ട് ഏത് കോളം ആയിരിക്കും നമ്മുടെ ടാർഗറ്റ് കോളം വരുന്നത്. ബാക്കിയെല്ലാം ഫീച്ചേഴ്സ് ആയിരിക്കും. ടാർഗറ്റ് കോളം ഒന്നേ ഉണ്ടാവുള്ളൂ. ഇത് ഏതായിരിക്കും, ടാർഗറ്റ് കോളം ഏതായിരിക്കാനാണ് ചാൻസ്? ഇത്രയ്ക്കുള്ള ഡാറ്റാസ് ഒബേസിറ്റി ഉണ്ട്, അലോപേഷ്യ ഉണ്ടോയെന്ന് നോക്കുന്നുണ്ട്. അതേപോലെ മസിൽ സ്റ്റിഫ്നെസ്, അതൊക്കെ അതിൻ്റെ ഒരു എന്താണ് ഫീച്ചേഴ്സ് ആണല്ലോ അവരെ. സോ ഇതിൽ ഏതായിരിക്കും നമ്മുടെ ക്ലാസിൻ്റെ യൂണിക് വാല്യൂസ് എന്ന് പറയുന്നത്? പോസിറ്റീവ് നെഗറ്റീവ് ആയിരിക്കും. നമുക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം കേട്ടോ, ഓരോ കോളംസിൻ്റെ യൂണിക് വാല്യൂസ് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. ഇത് കൊടുക്കുക, ഡാറ്റ ഫ്രെയിം നെയിം കൊടുക്കുക, സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഇത് കൊടുക്കുക, സിംഗിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ ആ കോളം നെയിം കൊടുക്കുക. ഡോട്ട് യൂണിക് ഫംഗ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ആ ഒരു കോളത്തിൽ യൂണിക് വാല്യൂസിന് നമുക്ക് എടുക്കാൻ പറ്റും. കണ്ടോ, പോസിറ്റീവ് നെഗറ്റീവ് മാത്രമാണ് ആ ഒരു ക്ലാസ്സിൽ വരുന്നത്. നമുക്ക് നോക്കാം, ചെയ്തു വരുമ്പോൾ മനസ്സിലാവുമായിരിക്കും. സോ ഫസ്റ്റ് തന്നെ നമ്മൾ എന്ത് ചെയ്തു, ഒരു ഡാറ്റ ഫ്രെയിമിനെ ലോഡ് ചെയ്തു. ദെൻ നമുക്ക് ചെയ്യാനുള്ള ടാസ്ക് എന്തൊക്കെയാണ്, ഈ അൺവാണ്ടഡ് ആയിട്ടുള്ള കോളംസ് ഉണ്ടെങ്കിൽ അതിൽ റിമൂവ് ചെയ്യണം. ഇതിലിപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം ആവശ്യമുള്ളതാണെന്ന് റിമൂവ് ചെയ്യാനായിട്ട് കാണുന്നില്ല. സോ എന്ത് ചെയ്യണം, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിൽ മെജോറിറ്റി ന്യൂമറിക്കൽ കോളംസ് ആണ് അല്ലേ, ന്യൂമറിക്കൽ അല്ല ബട്ട് എന്താണ് കാറ്റഗോറിക്കൽ കോളംസ് ആണ് മെജോറിറ്റി. ഡാറ്റ ടൈപ്പ് ചെക്ക് ചെയ്ത് നോക്കാം, ഡാറ്റ ഡോട്ട് ഡീറ്റെയിൽസ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ബട്ട് സ്റ്റിൽ വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. കണ്ടോ, മെജോറിറ്റി കോളംസും എന്താണ് ഒബ്ജക്റ്റ് ടൈപ്പ് ആണ് കിടക്കുന്നത്. കണ്ടോ, ഇത് മെജോറിറ്റി. ഇതിനൊക്കെ നമുക്ക് എന്താക്കേണ്ടി വരും, ന്യൂമറിക്കലിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് വേണം ബാക്കി ഫർദർ സ്റ്റെപ്സ് ചെയ്യാൻ. സോ എന്ത് ചെയ്യാം, നമ്മൾ പഠിച്ച ഓരോ ഫങ്ഷൻസ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാം കേട്ടോ. സോ ഫസ്റ്റ് തന്നെ എന്ത് ചെയ്യാം, റീപ്ലേസ് യൂസ് ചെയ്തിട്ട് ചെയ്യാം. സോ ഡാറ്റ ഡോട്ട് കൊടുക്കുക, റീപ്ലേസ് കൊടുക്കുക.
കേളി ബ്രാക്കറ്റ്സിൽ ഇതല്ലേ എളുപ്പം, യെസ് നോയും റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അത് വെച്ച് ചെയ്യുവാണ്. കേളി ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ ഇത് കൊടുക്കാം, സിംഗിൾ കോട്ട്സിൽ യെസ്സും നോയും എങ്ങനെയാണ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. യെസ്സിൻ്റെ ബൈ ക്യാപിറ്റലും നോയിൻ്റെ തന്നെ ലോവർ കേസും അപ്പർ കേസും തന്നെയാണ് കിടക്കുന്നത്. സോ എന്ത് കൊടുക്കുക, യെസ്സിനെ എന്താക്കുന്നുണ്ട്, 1 ആക്കുന്നുണ്ട്, കോമ സെയിം വേ എന്ത് കൊടുക്കുക, നോയിനെ എന്താക്കുക, 0 വെക്കുക. ദെൻ നമുക്ക് എന്ത് ചെയ്യണം, റീപ്ലേസ് ചെയ്യണം അല്ലേ. സോ ഇൻ പ്ലേസ് ഈക്വൽസ് 2 കൊടുക്കാം. ഓക്കെ, നമ്മൾ എളുപ്പപ്പണിക്ക് ചെയ്തതാണ്. അല്ലെങ്കിൽ ഓരോ കോളംസിനെ 1 by 1 ആയിട്ട് കൊടുക്കണേക്കാളും ഭേദം ഇതല്ലേ. സോ ഇപ്പോൾ യെസ് നോയിനും മാത്രമാണ് റീപ്ലേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള കോളംസ് കംപ്ലീറ്റ്ലി റീപ്ലേസ് ആയിക്കോളും. നമ്മൾ സ്പെസിഫിക് ആയിട്ട് ഓരോ കോളം 1 by 1 ആയിട്ട് കൊടുത്താൽ അത് നടക്കുമോ പെട്ടെന്ന്? ഇല്ല, അത്ര ഈസി അല്ല. സോ നമ്മൾ ഈസി ആയിട്ട് എന്ത് ചെയ്തു, റീപ്ലേസ് കൊടുത്തിട്ട് മെജോറിറ്റി വാല്യൂസിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ന്യൂമറിക്കൽ ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി, ജെൻഡറിനെയും ക്ലാസ്സിനെയും മാത്രം സെപ്പറേറ്റ്ലി നമുക്ക് ചേഞ്ച് ചെയ്താൽ മതി. ഇതല്ലേ എളുപ്പം. നമുക്ക് മറ്റേ മെത്തേഡ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. സോ 1 by 1 ആയിട്ട് ഓരോ കോളംസിനും നമ്മൾ കൺസിഡർ ചെയ്യേണ്ടി വരും. സോ ആ ഒരു ബുദ്ധിമുട്ട് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ റീപ്ലേസ് യൂസ് ചെയ്തിട്ട് ചെയ്തത് കേട്ടോ. സോ ഇതാകുമ്പോഴും ന്യൂമറിക്കലിലേക്ക് കൺവേർട്ട് ആവുകയും ചെയ്തു. അറൗണ്ട് എത്ര, 2, 4, 6, 8, 10, 12, 14 കോളംസിനെ നമ്മൾ എന്ത് ചെയ്തു, റീപ്ലേസ് ചെയ്തു. അത്രയും ടൈം നമ്മൾ സേവ് ചെയ്തിട്ടുണ്ട് കേട്ടോ. സോ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ കാറ്റഗറിക്കൽ കോളത്തിനെ നമുക്ക് എന്ത് ചെയ്യണം, ജെൻഡറിനെ ന്യൂമറിക്കലിലേക്ക് കൺവേർട്ട് ചെയ്യണം. സോ അതിന് മുമ്പായിട്ട് എന്ത് ചെയ്യണം, അതിൻ്റെ യുണീക്ക് വാല്യൂസിനെ ചെക്ക് ചെയ്ത് നോക്കണം. സോ ഡാറ്റ സ്ക്വയർ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ എന്ത് കൊടുക്കുക, കോളത്തിൻ്റെ നെയിം ജെൻഡറിൻ്റെ G ക്യാപിറ്റലാണ്. ജെൻഡർ ദെൻ ഡോട്ട് ഇത് കൊടുക്കുക, യുണീക്ക് കൊടുക്കുക. മെയിലും ഫീമെയിലും മാത്രമാണ് വരുന്നത്. ദെൻ എന്ത് ചെയ്യാം, ആ ഒരു വാല്യൂസിനെ നമുക്ക് റീപ്ലേസ് ചെയ്താൽ മതി. റീപ്ലേസ് മീൻസ് ആദ്യത്തെ വാല്യൂസിനെ പേസ്റ്റ് ചെയ്യാം. ഈക്വൽസ് ഒന്നുകൂടി പേസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതാണ് ജെൻഡറിലെ നമുക്ക് മാപ്പ് യൂസ് ചെയ്തിട്ട് റീപ്ലേസ് ചെയ്യാം. 2 വാല്യൂസ് അല്ലേ ഉള്ളൂ. കേളി ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഇത് കൊടുക്കുക, കേളി ബ്രാക്കറ്റ്സ് കൊടുക്കുക. പിന്നെ അത് കഴിഞ്ഞ ശേഷം സിംഗിൾ കോട്ട്സിൽ യുണീക്ക് വാല്യൂസ് ഓരോന്നായിട്ട് കൊടുക്കുക. മെയിലാണ് ഫസ്റ്റ് വരുന്നത്, മെയിലിനെ 0 ആയിട്ടും അതേപോലെ എന്ത് കൊടുക്കണം, ഫീമെയിലിന് 1 ആയിട്ടും കൊടുക്കാം. സോ ഫീമെയിൽ എന്ത് കൊടുക്കുക, കോളൻ 1 ആയിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ ശേഷം നമ്മുടെ ഡാറ്റ ഫ്രെയിമിൻ്റെ നെയിം കൊടുക്കുക, റൺ ചെയ്യാം. സോ ജെൻഡറിനെ 0സും 1സും ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളത് ഈ ക്ലാസ് എന്ന് പറയുന്നതാണ്, പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാനുണ്ട്. അതും കൂടി നമുക്ക് നോക്കാം. മെയിലിനെയും ഫീമെയിലിനും റീപ്ലേസ് ചെയ്തിരുന്നു. നമ്മൾ ഫീച്ചേഴ്സിലെ കംപ്ലീറ്റ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലിയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ക്ലാസ് എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ ടാർഗറ്റ് കോളം വരിക കേട്ടോ. അതായത് ബാക്കിയെല്ലാം ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഫീച്ചേഴ്സ് ആണ്. ഡയബറ്റിക്സ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു ക്ലാസ് എന്നുള്ള രീതിക്കുള്ള കോളത്തിലാണ്, ക്ലാസ് എന്ന് പറയുന്ന കോളത്തിലാണ് എന്ത് വരുന്നത്, നമ്മുടെ ഫൈനൽ പ്രിഡിക്ഷൻ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളത് വരുന്നത്. അത് നമ്മളവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഫീച്ചേഴ്സിൻ്റെ കംപ്ലീറ്റ് നമ്മൾ എന്താക്കിയിട്ടുണ്ട്, ന്യൂമറിക്കലാക്കിയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാൻ, നൾ വാല്യൂസ് ഉണ്ടോയെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് എന്ത് കൊടുക്കുക, ഡാറ്റ ഡോട്ട് ഈസ് നൾ കൊടുക്കുക, ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഡോട്ട് സം കൊടുക്കുക, ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ് കൊടുക്കുക, റൺ ചെയ്യാം. ഓക്കെ, നൾ വാല്യൂസ് ഒന്നുമില്ല. നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ എക്സും വൈയും സ്പ്ലിറ്റ് ചെയ്യുവാണ്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഡ്രോപ്പ് ചെയ്യുവാണ് കേട്ടോ. നമ്മൾ കാറ്റഗറിക്കൽ കോളംസിനെ ന്യൂമറിക്കൽ ആക്കിയത് ഏതാണ്, ടാർഗറ്റ് കോളത്തിനെ നമ്മൾ ചേഞ്ച് ചെയ്യുന്നില്ല. ബാക്കി എല്ലാത്തിനെയും നമ്മൾ ചേഞ്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. ബാക്കി ഫീച്ചേഴ്സിനെ എല്ലാത്തിനെയും എന്താക്കിയിട്ടുണ്ട്, ന്യൂമറിക്കലിലേക്ക് നമ്മളിപ്പോൾ കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ടാർഗറ്റ് കോളത്തിനെ ഒഴിച്ച് ബാക്കിയെല്ലാം നമ്മൾ കൺവേർഷൻ ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് എക്സും വൈ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. അതായത് ഫീച്ചേഴ്സും
അതേപോലെ തന്നെ ടാർജറ്റുമായിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. സോ എക്സ് ഈക്വൽ ടു എന്ത് കൊടുക്കുക, ഡാറ്റ ഡോട്ട് ഡ്രോപ്പ് കൊടുക്കുക, അതിൽ നിന്ന് ഡ്രോപ്പ് ചെയ്താൽ മതി കേട്ടോ. സിംഗിൾ കോട്ട്സിൽ ക്ലാസ് കൊടുക്കുക, ദെൻ കോമ ആക്സിസ് ഈക്വൽസ് 1 കൊടുക്കുക, ദെൻ വൈ എന്ന് പറയുന്നത് ഡാറ്റ സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എന്ത് കൊടുക്കുക, ക്ലാസ് കൊടുക്കുക. ആ ഡാറ്റേൻ്റെ ക്ലാസ് എന്ന് പറയുന്ന ഒരു കോളമാണ് നമുക്ക് അവിടെ വേണ്ടത്. സോ ക്ലാസ് കൊടുക്കുക, റൺ ചെയ്യാം. ഓക്കെ, സോ നമ്മളത് സ്പ്ലിറ്റിങ് കൊടുത്തിട്ടുണ്ട്. സോ എക്സ് എന്ന് പറയുന്നത് നമ്മുടെ എക്സ് എന്ന് പറയുന്നത് നമ്മുടെ ഫീച്ചേഴ്സും വൈ എന്ന് പറയുന്നത് നമ്മുടെ ടാർജറ്റ് ആക്കിയിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റ് വേണമെങ്കിൽ കൊടുക്കാം. എന്ത് കൊടുക്കുക, എക്സ് ട്രെയിൻ കോമ എക്സ് ടെസ്റ്റ് കോമ ദെൻ എന്ത് കൊടുക്കുക, വൈ ട്രെയിൻ കോമ വൈ ടെസ്റ്റ് ഈക്വൽ ടു ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റ് കൊടുക്കുക. സോ ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റ് കൊടുക്കുക, ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ എക്സ് കോമ വൈ കോമ ടെസ്റ്റ് സൈസ് കൊടുക്കുക, ടെസ്റ്റ് അണ്ടർസ്കോർ സൈസ് കൊടുക്കുക ഈക്വൽ എന്താണ് 0.2 ആണ് നമ്മൾ കൊടുക്കുന്ന ടെസ്റ്റ് സൈസ്, കോമ എന്ത് കൊടുക്കുക, റാൻഡം സ്റ്റേറ്റ് റാൻഡം അണ്ടർസ്കോർ സ്റ്റേറ്റ് ഈക്വൽസ് ഇഷ്ടമുള്ള നമ്പർ കൊടുക്കാം, ഒരു 10 ആണ് കൊടുക്കുന്നത്, അത് ക്ലോസ് ചെയ്യുക. സോ ട്രെയിൻ ടെസ്റ്റ് ഇട്ട് കൊടുത്തു, ഇനി അതൊന്ന് റൺ ചെയ്യണം. ദെൻ എക്സ് ട്രെയിനിൻ്റെ ഷേപ്പും വൈ ട്രെയിനിൻ്റെ ഷേപ്പും ഒന്ന് നോക്കാം. എക്സ് ട്രെയിൻ ഡോട്ട് ഷേപ്പ് കൊടുക്കുക, കോമ അതേപോലെ തന്നെ എക്സ് ടെസ്റ്റിൻ്റെ ഷേപ്പ് നോക്കാം. എക്സ് ടെസ്റ്റ് ഡോട്ട് കൊടുക്കുക, ഷേപ്പ് കൊടുക്കുക, റൺ ചെയ്യാം. ട്രെയിനിങ്ങിൻ്റെയും ടെസ്റ്റിങ്ങിൻ്റെയും നമ്മൾ സ്പ്ലിറ്റിങ് നോക്കി. നെക്സ്റ്റ് എന്ത് ചെയ്യണം, നമുക്ക് മോഡലിനെ ക്രിയേറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നെക്സ്റ്റ് ലൈനിൽ ഇത് കൊടുക്കുക, മോഡൽ ഈക്വൽസ് ലോജിസ്റ്റിക് റിഗ്രഷൻ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ് കൊടുക്കുക. ദെൻ നമ്മൾ മോഡലിൽ ഫിറ്റ് ചെയ്യുന്നുണ്ട്, മോഡൽ ഡോട്ട് ഫിറ്റ് കൊടുക്കുക. ഫിറ്റിൻ്റെ ബ്രാക്കറ്റിൽ നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും, ഒരു എക്സ് ട്രെയിന് കൊടുക്കാം. സോ എക്സ് ട്രെയിൻ കോമ വൈ ട്രെയിൻ കൊടുക്കാം. ദെൻ ആ മോഡലിന് റൺ ചെയ്യുക. ഓക്കെ, ലോജിസ്റ്റിക് റിഗ്രഷൻ്റെ ഒരു മോഡൽ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഈ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് മോഡലിൻ്റെ സ്കോറൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. സോ അത് ചെക്ക് ചെയ്യാം. ലോജിസ്റ്റിക് റിഗ്രഷൻ എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. അതൊന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അതിന് മുമ്പായിട്ട് മോഡലിൻ്റെ പെർഫോമൻസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മോഡലിൻ്റെ സ്കോർ ചെക്ക് ചെയ്ത് നോക്കാം. മോഡൽ ഡോട്ട് സ്കോർ ബ്രാക്കറ്റിൽ എന്ത് കൊടുക്കാം, എക്സ് ട്രെയിൻ കോമ വൈ ട്രെയിൻ കൊടുക്കാം. അതിൻ്റെ സ്കോർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോ എക്സ് ട്രെയിനും വൈ ട്രെയിനും വെച്ച് നോക്കുമ്പോൾ ട്രെയിനിങ്ങിൻ്റെ ഇത് ഡാറ്റ വെച്ചിട്ട് നമുക്ക് എന്താണ് അറൗണ്ട് 0.92% വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ആക്യുറസി ഉണ്ട്. ഇനി മോഡൽ ഡോട്ട് നമുക്ക് എക്സ് ടെസ്റ്റിൻ്റെയും വൈ ടെസ്റ്റിൻ്റെയും കൂടെ നോക്കാം. എക്സ് അണ്ടർസ്കോർ ടെസ്റ്റ് കോമ വൈ അണ്ടർസ്കോർ ടെസ്റ്റും കൂടി ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അറൗണ്ട് 0.94 ഉണ്ട്. അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉള്ളൊരു മോഡലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് പ്രിഡിക്റ്റ് ചെയ്ത് നോക്കണം. സോ അതിന് വേണ്ടിയിട്ട് വൈപ്രെഡ് കൊടുക്കുന്നുണ്ട്. വൈപ്രെഡ് ഈക്വൽ ടു മോഡൽ ഡോട്ട് കൊടുക്കുക, പ്രിഡിക്റ്റ് കൊടുക്കുക, ബ്രാക്കറ്റിൽ നമ്മുടെ എക്സ് ടെസ്റ്റ് കൊടുക്കുക. ടെക്സ്റ്റ് അല്ല ടെസ്റ്റ്, എക്സ് ടെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ദെൻ നമുക്ക് അതിൻ്റെ ഡാറ്റ ഫ്രെയിം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വൈപ്രെഡും അതേപോലെ തന്നെ എന്താണ് വൈ ടെസ്റ്റും തമ്മിൽ നമുക്കൊരു ഡാറ്റ ഫ്രെയിം ക്രിയേറ്റ് ചെയ്ത് നോക്കാം. എങ്ങനെയുണ്ട് ഔട്ട്കം വരുന്നതെന്നുള്ളത്. പി ഡി ഡോട്ട് ഡാറ്റ ഫ്രെയിം ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ കേർലി ബ്രാക്കറ്റ്സ് കൊടുക്കുക. അതിൻ്റെ ഉള്ളിൽ എന്ത് കൊടുക്കുക, ട്രൂ വാല്യൂസ് എന്ന് പറഞ്ഞിട്ട് കോളൻ അതിൻ്റെ വാല്യൂ ആയിട്ട് എന്ത് കൊടുക്കുക, വൈ ടെസ്റ്റിൻ്റെ വാല്യൂ കൊടുക്കുക, കോമ പ്രിഡിക്റ്റഡ് വാല്യൂസ്.
പ്രിഡിക്റ്റഡ് വാല്യൂസ് ആയിട്ട് എന്ത് കൊടുക്കുക, നമ്മുടെ വൈപ്രെഡ് കൊടുക്കാം. y_red കൊടുക്കാം. ഇനി നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഉണ്ടോ, സെയിം, ഓൾമോസ്റ്റ് സെയിം ആണ്. ഇത് ഇവിടെ ചെറിയ ഓപ്പോസിറ്റ് വന്നിട്ടുണ്ട് ഒരെണ്ണം. 390 അവിടെ ഓപ്പോസിറ്റ് ആണ് വന്നിരിക്കുന്നത്, നെഗറ്റീവിന് പകരം പോസിറ്റീവ് ആണ് വന്നിരിക്കുന്നത്. ആക്ച്വൽ വാല്യൂസും പ്രിഡിക്റ്റഡ് വാല്യൂസും തമ്മിലാണ് ഉള്ള ഡാറ്റയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ ആക്യുറസി സ്കോർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആക്യുറസി സ്കോർ നമ്മൾ ചെയ്തിരുന്നോ? ഇല്ലല്ലേ. സോ ആക്യുറസി സ്കോർ, മോഡലിൻ്റെ ആക്യുറസി സ്കോർ ചെക്ക് ചെയ്യാം. സോ അതിന് വേണ്ടിയിട്ട് എന്ത് കൊടുക്കാം, ആക്യുറസി സ്കോർ ഫംഗ്ഷൻ ബ്രാക്കറ്റിൽ എന്ത് കൊടുക്കാം, വൈ ടെസ്റ്റ് കോമ വൈപ്രെഡ് കൊടുക്കുക, വൈപ്രെഡിക്റ്റ് കൊടുക്കുക. ഇത് രണ്ടും തമ്മിലുള്ള ആക്യുറസി എന്ന് പറയുന്നത് 0.94 ഉണ്ട്. അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉള്ള മോഡലാണ് വരുന്നത്. ഇനി നമുക്ക് കൺഫ്യൂഷൻ മെട്രിക്സ് ഒന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. കൺഫ്യൂഷൻ മെട്രിക്സ് എന്താണെന്ന് പറഞ്ഞുതരാം. CM ഈക്വൽസ് എന്താണ്, കൺഫ്യൂഷൻ അണ്ടർസ്കോർ മെട്രിക്സ് കൊടുക്കുന്നുണ്ട്, വൈ ടെസ്റ്റ് കോമ വൈപ്രെഡ് കൊടുക്കുന്നുണ്ട്. ദെൻ CM കൊടുക്കുക. കൺഫ്യൂഷൻ മെട്രിക്സ്, കൺഫ്യൂഷൻ നെയിം മെട്രാണ് കാണിക്കുന്നത്. മെട്രിക്സിൻ്റെ M കഴിഞ്ഞിട്ട് A ആണ്. ഓക്കെ, നമുക്കൊരു കൺഫ്യൂഷൻ മെട്രിക്സ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ദെൻ അതിനുശേഷം നമുക്ക് നേരത്തെ ചെയ്തിരുന്ന പോലെ തന്നെ ഹീറ്റ് മാപ്പ് യൂസ് ചെയ്തിട്ട് ഡിസ്പ്ലേ ചെയ്യാം. സോ SNS ഡോട്ട് കൊടുക്കുക, ഹീറ്റ് മാപ്പ് കൊടുക്കുക, ഫംഗ്ഷൻ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ കൺഫ്യൂഷൻ മെട്രിക്സിൻ്റെ വേരിയബിൾ ആയിട്ടുള്ള CM കോമ അൺനോട്ട് ഈക്വൽ ടു കൊടുക്കുന്നുണ്ട്, ട്രൂ കൊടുക്കുന്നുണ്ട്. ബിക്കോസ് നമുക്ക് ആ ഒരു വാല്യൂ ഡിസ്പ്ലേ ചെയ്ത് വരണം. ദെൻ എക്സ് ലേബിളും വൈ ലേബിളും കൊടുക്കുക. PLT ഡോട്ട് എക്സ് ലേബൽ ബ്രാക്കറ്റിൽ സിംഗിൾ കോഡ്സിൽ എന്ത് കൊടുക്കാം, പ്രിഡിക്ഷൻസ് കൊടുക്കുക. PLT ഡോട്ട് കൊടുക്കുക, വൈ ലേബിൾ കൊടുക്കുക. ആക്ച്വലി ഉള്ള ട്രൂ വാല്യൂസ് ആണ് അത് വരുന്നത്. സോ ട്രൂ വാല്യൂസ് കൊടുക്കുന്നുണ്ട് വൈ ആക്സിസിൽ. ഓക്കെ, സോ നമ്മൾ പ്രിഡിക്ഷൻസും ട്രൂ വാല്യൂസും കൊടുത്തിട്ടുണ്ട്. ഇനി അതിനെ നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. അറൗണ്ട് 50 എന്നുള്ള ലെവലിൽ നമുക്കിവിടെ വാല്യൂസ് വരുന്നുണ്ട്. എത്രയാണ് ട്രൂ വാല്യൂസ്, ട്രൂ പോസിറ്റീവ്സ് ഏതൊക്കെയാണെന്നൊക്കെ നമുക്കിവിടെ വരുന്നുണ്ട്. ദെൻ നമുക്ക് ഇതിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ റിപ്പോർട്ടും കൂടെ ചെയ്തിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്പ്ലേ ചെയ്യാം കേട്ടോ. ഡിസ്പ്ലേ അല്ല, എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇതിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ റിപ്പോർട്ടാണ് ചെയ്യാൻ പോകുന്നത്. എന്ത് ചെയ്യുക, അതൊന്ന് പ്രിന്റ് ചെയ്യിപ്പിക്കാം. ഫംഗ്ഷൻ്റെ നെയിമും ഇതാണ്, ക്ലാസിഫിക്കേഷൻ റിപ്പോർട്ട്. ദെൻ ബ്രാക്കറ്റ്സിൽ എന്ത് കൊടുക്കുക, വൈ ടെസ്റ്റ് കോമ വൈപ്രെഡ് കൊടുക്കുക. തന്നെ റൺ ചെയ്യുക. സോ ഇതാണ് നമ്മുടെ പ്രിസിഷൻ റീകോൾ F1 സ്കോർ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് വാല്യൂസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് പറഞ്ഞു തരാം. ദെൻ ലാസ്റ്റ് നമുക്ക് മോഡലിനെ ഒന്ന് പ്രിഡിക്റ്റ് ചെയ്യാനും കൂടി ഉണ്ട്. സോ മോഡൽ ഡോട്ട് പ്രിഡിക്റ്റ് കൊടുക്കുക. ബ്രാക്കറ്റ് നമ്മൾ എത്ര വാല്യൂസ് ആണ് അവിടെ കൊടുക്കുന്നതെന്നുള്ളത് അതും കൂടി അതിൽ ആഡ് ചെയ്യണം. വാല്യൂസും കൂടി നമുക്ക് ആഡ് ചെയ്യാം. അറൗണ്ട് എത്ര കോളംസ് ഉണ്ടായിരുന്നു ഒരു ഡാറ്റ സെറ്റിൽ? 1 2 3 4 5 6 17 കോളംസ് ഉണ്ടായിരുന്നു. 17 ഒരെണ്ണം നമ്മുടെ ടാർഗറ്റ് കോളായിരുന്നു. സോ 16 വാല്യൂസ് നമ്മളിവിടെ പാസ് ചെയ്യാനുണ്ട്. സോ ക്വസ്റ്റ്യൻ ചെയ്യാൻ നമുക്ക് ഗസ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു വാല്യൂസ് കൊടുക്കാം. 54 ആണ് ഏജ് കൊടുക്കുന്നത്. അതേപോലെ കൺഫ്യൂഷൻസ് വരുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, കോളംസ് കൊടുക്കുക, റൺ ചെയ്യാം. ഏജ് ഒരു 54 കൊടുത്തിട്ടുണ്ട്. ജെൻഡർ അതാണ്
മെയിൽ ഓർ ഫീമെയിൽ, ഫീമെയിൽ അല്ല മെയിൽ കൊടുക്കുന്നുണ്ട്. ദെൻ ബാക്കി എല്ലാ വാല്യൂസും 0 1 ഏതാണെന്ന് വെച്ചാൽ കൊടുക്കുക. അറൗണ്ട് ഒരു 16 വാല്യൂസാണ് നമുക്ക് പാസ് ചെയ്യാൻ പറ്റുന്നത്. കോമ 0 കൊടുക്കുന്നുണ്ട്. 1 2 3 4 5 6 7. നെക്സ്റ്റ് 8 9 10 11 12 13 14 16 ഫീച്ചേഴ്സ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക, റൺ ചെയ്ത് നോക്കാം. നെഗറ്റീവ് ആണ് വരുന്നത്, ഡയബറ്റിക്സ് ഇല്ല എന്നുള്ള രീതിക്കാണ് നമുക്ക് ഔട്ട്പുട്ട് വരുന്നത്. സോ അതിൻ്റെ ഡാറ്റ ടൈപ്പ് ഒബ്ജക്റ്റ് ടൈപ്പ് തന്നെയായിട്ടാണ് വരുന്നത്. ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. സോ ഇതിൽ നമ്മൾ കുറച്ച് ടേംസ് ഡിസ്കസ് ചെയ്തായിരുന്നില്ല, സ്റ്റാർട്ടിങ്ങിൽ തൊട്ട് ജസ്റ്റ് പറഞ്ഞുതരാം കേട്ടോ. സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്കൊരു ഡാറ്റാ സെറ്റിന് കിട്ടിയിട്ടുണ്ട്. അതിൽ ഒത്തിരി കോളംസ് ഉണ്ടായിരുന്നു. സോ നമ്മൾ എന്ത് ചെയ്തു, ഫസ്റ്റ് തന്നെ ഇമ്പോർട്ട്സ് എന്ന് തുടങ്ങാം അല്ലേ, അല്ലെങ്കിൽ ട്രെയിൻ ടെസ്റ്റ്. ഫസ്റ്റ് പാണ്ടാസ് ആണ് നമ്മുടെ എന്ത് വേണ്ടിയിട്ട്, നമ്മുടെ ഡാറ്റ ഫ്രെയിമിനെ ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, പാണ്ടാസ് യൂസ് ചെയ്യുന്നത്. ദെൻ മാറ്റ്പ്ലോട്ലിബ് വിഷ്വലൈസേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെൻ സീബോണും സെയിം പർപ്പസ് തന്നെ, അതായത് വിഷ്വലൈസേഷൻ കുറച്ചും കൂടി കളർഫുൾ ആയിട്ടുള്ള വിഷ്വലൈസേഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, സീബോൺ നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് ലൈനിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റ് കൊടുത്തിട്ടുണ്ട്. സോ നമ്മുടെ ആ ഒരു ഡാറ്റാ സെറ്റിനെ, നമ്മൾ കൊടുത്തിരിക്കുന്ന ആ ഒരു എൻ്റെ ഡാറ്റാ സെറ്റിനെ 100 ഔട്ട് ഓഫ് 100ലേക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് 80% ട്രെയിനിങ്ങിനും അതേപോലെ തന്നെ 20% ടെസ്റ്റിങ്ങിനും വേണ്ടി സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റ് യൂസ് ചെയ്യുന്നത്. ഇനി എന്താണ് ലോജിസ്റ്റിക് റിഗ്രഷൻ? ലോജിസ്റ്റിക് റിഗ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ അതാണ് ഇമ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ലോജിസ്റ്റിക് റിഗ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ക്ലാസിഫിക്കേഷൻ അൽഗോരിതം എന്ന് വേണമെങ്കിൽ പറയാം. സൂപ്പർവൈസ്ഡ് അൽഗോരിതംസിൽ ക്ലാസിഫിക്കേഷൻ പ്രോബ്ലംസിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഇത് ലോജിസ്റ്റിക് റിഗ്രഷൻ. ബട്ട് അതിൽ നെയിമിൽ റിഗ്രഷൻ ഉണ്ടെങ്കിലും അതൊരു ക്ലാസിഫിക്കേഷൻ അൽഗോരിതമാണ്. ക്ലാസിഫിക്കേഷൻ ഡാറ്റാ സെറ്റ്, റിഗ്രഷൻ ഡാറ്റാ സെറ്റ് നമ്മൾ കണ്ടുപിടിക്കുക എങ്ങനെയാണെന്ന് വെച്ചാൽ, ക്ലാസിഫിക്കേഷനിൽ ഇപ്പോൾ ഐറിസ് ഡാറ്റാ സെറ്റ് അതൊരു ക്ലാസിഫിക്കേഷൻ അൽഗോരിതം ആണ്, ക്ലാസിഫിക്കേഷൻ ഡാറ്റാ സെറ്റ് ആണ്. ബിക്കോസ് അതിൽ കുറച്ച് എന്തുണ്ട്, സ്പീഷീസ് ഉണ്ട്, അതായത് പല വെറൈറ്റീസ് ഓഫ് കാറ്റഗറിയിൽ പെടുന്ന കുറച്ച് ഫ്ലവേഴ്സിൻ്റെ പെറ്റൽ ലെങ്ത്ത്, പെറ്റൽ വിഡ്ത്ത്, അതേപോലെ തന്നെ സെപ്പൽ ലെങ്ത്ത്, സെപ്പൽ വിഡ്ത്ത് ഒക്കെ വെച്ചിട്ട് ആ കൊടുത്തിരിക്കുന്ന യുണീക്ക് ആയിട്ടുള്ള 3 കാറ്റഗറി ഉണ്ട്. അതിൽ ഏതിലാണ് ബിലോങ് ചെയ്യാമെന്നാണ് അതിൽ പ്രഡിക്ഷൻ വരുള്ളൂ. പുറത്തുനിന്ന് വേറെ ഫ്ലവറോ അതിൻ്റെ ഡീറ്റെയിൽസോ അതിൽ വരില്ല. സോ അങ്ങനെയുള്ള ഡാറ്റാ സെറ്റിനെ, ടാർഗറ്റ് കോളത്തിൽ വാല്യൂസ് എങ്ങനെയാണോ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഏത് അൽഗോരിതംസ് ആണ് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത്. സോ ഈ ഒരു ഡാറ്റാ സെറ്റ് നോക്കുകയാണെങ്കിൽ ക്ലാസ് ആണ് നമ്മുടെ ഔട്ട്പുട്ട് കോളം വരിക. അതിൽ പോസിറ്റീവും നെഗറ്റീവും ആണ്. നമ്മൾ ഫസ്റ്റ് തന്നെ അതിനാണ് യൂണിക് വാല്യൂസ് ചെക്ക് ചെയ്ത് നോക്കിയത് ക്ലാസ്സിൻ്റെ. ഉണ്ടോ, പോസിറ്റീവ് നെഗറ്റീവ് എന്നുള്ള 2 വാല്യൂസ് ആണ് വരുന്നത്. ആ ഒരു ഡെഫിനിറ്റ് വാല്യൂസേ വരുള്ളൂ. പുറത്തുനിന്ന് വേറെ വാല്യൂസോ അല്ലെങ്കിൽ അഡീഷണലി വേറെ വാല്യൂസ് ഒന്നും വരില്ല. സോ ആ ഒരു ഡെഫിനിറ്റ് ഔട്ട്പുട്ട് തന്നെയാണ് വരുന്നതെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റുന്ന കേസസിലൊക്കെ നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും, ക്ലാസിഫിക്കേഷൻ അൽഗോരിതംസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. അതായത് പൈത പോസിറ്റീവ് ഓർ നെഗറ്റീവ്, അതല്ലാതെ വേറെ വാല്യൂസ് വരില്ല, നമുക്ക് ഉറപ്പാണ് ആ ഒരു പോസിറ്റീവ് നെഗറ്റീവ്. സോ ആ ഒരു വാല്യൂസ് അങ്ങനത്തെ ടൈപ്പ് ഓഫ് വാല്യൂസ് അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് വാല്യൂസ്, ഇപ്പോൾ നമ്മൾ ഐറിസ് ഡാറ്റാ സെറ്റിൽ പറഞ്ഞപ്പോൾ അവിടെ 3 കാറ്റഗറിയാണ് ഉണ്ടായിരുന്നത്. ആ 3 കാറ്റഗറിയിലുള്ള വാല്യൂസ് ആയിരിക്കും എന്ത് വരുന്നത്, നമ്മുടെ ഔട്ട്പുട്ടിൽ വരുന്നത്. സോ അങ്ങനത്തെ കേസസിലൊക്കെ നമുക്ക് എന്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യാം, ക്ലാസിഫിക്കേഷൻ അൽഗോരിതംസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. ഒരു എക്സാമ്പിൾ പറയുന്നത്, നമ്മൾ സ്റ്റോക്ക് ഡാറ്റ എടുത്തെന്ന് വിചാരിച്ചോ. സ്റ്റോക്കിൽ യെസ് ഓർ നോ ഉണ്ട് അല്ലെങ്കിൽ ഇല്ല, ഇതിലേതെങ്കിലും ഒരു ആൻസർ ആയിരിക്കും വരുന്നത് അല്ലേ. സോ ഇത് ബൈനറി ക്ലാസിഫിക്കേഷൻ എന്ന് പറയും. ഇത് യെസ് ഓർ നോ എന്നുള്ള രീതിക്ക്, അതിൽ പോസിറ്റീവോ നെഗറ്റീവ് എന്നൊക്കെ ഉള്ള രീതിക്ക് വരുന്ന ഡാറ്റാ സെറ്റ് നമ്മൾ ബൈനറി ക്ലാസിഫിക്കേഷൻ ഡാറ്റാ സെറ്റ് എന്ന് നമ്മൾ പറയും. അല്ലാത്തതിനെ എന്താണ്, നമ്മൾ ക്ലാസിഫിക്കേഷൻ അൽഗോരിതം തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതിൽ നമുക്ക് കുറച്ചും കൂടി വാല്യൂസ് ഉണ്ടാവുന്നു മാത്രം. ബട്ട് ക്ലാസിഫിക്കേഷൻ ആ ഒരു ക്ലാസ് ഓഫ് ഡാറ്റയിൽ തന്നെയായിരിക്കും നമ്മുടെ ഔട്ട്പുട്ട് വരുന്നത്. സോ ഈ ഒരു ഔട്ട്പുട്ട് കോളത്തിലെ ഡാറ്റാസ് അനുസരിച്ചിട്ടാണ് നമ്മൾ ഏത് അൽഗോരിതംസ് ആണ് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടതെന്ന്
കൺസിഡർ ചെയ്യാം കേട്ടോ. അതായത് ഇവിടെ നമ്മൾ ആ ലോജിസ്റ്റിക് റിഗ്രഷൻ മാത്രമേ ഉള്ളൂ ക്ലാസിഫിക്കേഷൻ അൽഗോരിതമായിട്ട്? അല്ല വേറെയും വരുന്നുണ്ട്. ഓക്കെ. ഇതിപ്പോൾ നമ്മൾ ബിഗിനിങ് ലെവലിൽ നമ്മൾ ലീനിയർ റിഗ്രഷൻ കഴിഞ്ഞു, നെക്സ്റ്റ് ലോജിസ്റ്റിക് റിഗ്രഷൻ എന്നുള്ള രീതിക്ക് സ്റ്റാർട്ട് ചെയ്തതാണ്. ഇത് വൺ ഓഫ് ദ ക്ലാസിഫിക്കേഷൻ അൽഗോരിതം ആണ്. നമുക്കിതും ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ ഫൈനലി ഒരു ഡാറ്റ സെറ്റിലെ അൽഗോരിതംസ് നമ്മൾ ഫൈനലൈസ് ചെയ്യുമ്പോൾ ആദ്യമേ പറഞ്ഞിരുന്നു, നമ്മൾ എല്ലാ അൽഗോരിതംസും ട്രൈ ചെയ്ത് ഏറ്റവും കൂടുതൽ ആക്യുറസി ഉള്ള അൽഗോരിതംസ് ആണ് നമ്മൾ എന്ത് ചെയ്യുക, യൂസ് ചെയ്യുക. സോ നമുക്ക് ഏറ്റവും നല്ല ബെറ്റർ മോഡൽ ക്രിയേറ്റ് ചെയ്യാനും, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്റ്റോക്ക് പ്രിഡിക്ഷൻ അല്ലെങ്കിൽ ഇമെയിൽ ഫിൽറ്ററിങ് അങ്ങനത്തെ ടൈപ്പ് ഓഫ് ഡാറ്റേനൊക്കെ ഔട്ട്പുട്ട് ഇതേപോലെ ആയിരിക്കും, യെസ് ഓർ നോ എന്നുള്ള രീതിക്കായിരിക്കും. സോ അവിടെയൊക്കെ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട ക്ലാസിഫിക്കേഷൻ അൽഗോരിതംസ് ആണ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ഇനി ലോജിസ്റ്റിക് റിഗ്രഷൻ എന്തുകൊണ്ടാണ് പറയുന്നത്? നമ്മൾ റിഗ്രഷൻ എന്ന് പറയുന്ന ഔട്ട്പുട്ട് എന്തായിരിക്കും, ഒരു നമ്പർ ആയിരിക്കും, ഒരു കണ്ടിന്യൂസ് വാല്യൂ, നമുക്ക് പ്രോപ്പറായിട്ട് പറയാൻ പറ്റില്ല അല്ലേ. ബട്ട് ലോജിസ്റ്റിക് റിഗ്രഷൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും, ബിറ്റ്വീൻ 0 and 1 ഒരു സിഗ്മോയിഡ് ഫംഗ്ഷൻ എന്നൊക്കെ വേണമെങ്കിൽ നമ്മൾ പറയും. സോ ആ ഒരു ഇക്വേഷൻ ബേസ് ചെയ്തിട്ടാണ് അതിൻ്റെ വർക്കിംഗ് വരുന്നത്, ഐദർ 0 അല്ലെങ്കിൽ 1. സോ സിഗ്മോയിഡിൻ്റെ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡാറ്റ സെറ്റാണ് നമ്മൾ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ കൺസിഡർ ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഔട്ട്പുട്ടിൽ നമ്മളിപ്പോൾ സീറോസും വൺസും ആണ് നമ്മൾ പറഞ്ഞിരുന്നു. പോസിറ്റീവ് നെഗറ്റീവിനെ നമ്മൾ സീറോസും വൺസായിട്ട് സെപ്പറേറ്റ് ചെയ്തു എന്ന് വിചാരിക്കാം. സോ ഔട്ട്പുട്ട് റിഗ്രഷൻ പോലെ തന്നെ എന്ത് ചെയ്യും, മാപ്പ് ചെയ്യും. പ്രോബബിലിറ്റി വെച്ചിട്ടാണ് ഇവിടെ മാപ്പിംഗ് നടക്കുന്നത്. സിഗ്മോയിഡിൻ്റെ ഒരു ഇക്വേഷനൊക്കെ ഉണ്ട്, കൺഫ്യൂസ് ചെയ്യുന്നില്ല. സിഗ്മോയിഡ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നതെന്ന് മാത്രം മനസ്സിലാക്കുക. ഇവിടെ മാപ്പിംഗ് നടക്കും, അതിൻ്റെ ഇടയിൽ ഒരു ത്രെഷോൾഡ് വാല്യൂ ഉണ്ടാവും. അതായത് ത്രെഷോൾഡ് വാല്യൂ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ബിറ്റ്വീൻ 0 and 1 ആണ് നമ്മൾ കൺസിഡർ ചെയ്യാമെന്ന് പറഞ്ഞു. അതിൽ നമ്മുടെ വാല്യൂ സപ്പോസ് 0.5 അല്ലെങ്കിൽ ആ ഒരു റേഞ്ചിലുള്ള ഡാറ്റ ആണെന്നുണ്ടെങ്കിൽ 0.5 ആയിരിക്കും ത്രെഷോൾഡ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. നമ്മുടെ ഔട്ട്പുട്ട് 0.5നേക്കാളും ഗ്രേറ്റർ ആണെങ്കിൽ ക്ലാസ് 1, അതായത് പോസിറ്റീവ് എന്നുള്ള രീതിക്കും, അതെ 0.5നേക്കാളും കുറവാണ് നമ്മുടെ ഔട്ട്പുട്ട് വരണമെന്നുണ്ടെങ്കിൽ ക്ലാസ് 0 ആയിട്ടായിരിക്കും, അതായത് നെഗറ്റീവ് ആയിട്ടായിരിക്കും കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ. സോ ആ ഒരു രീതിക്കാണ് നമ്മൾ ആ ഒരു ത്രെഷോൾഡ് വാല്യൂ വെച്ചിട്ടാണ് ഈ ഒരു സ്പ്ലിറ്റിങ് നടക്കുന്നത്. ഒരു എസ് ഷേപ്ഡ് കർവ് ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ടിൽ വരുന്നത്. ഓക്കെ. സോ അതുകൊണ്ടാണ് ലോജിസ്റ്റിക് റിഗ്രഷൻ അൽഗോരിതമായിട്ട് ക്ലാസിഫിക്കേഷൻ അൽഗോരിതമായിട്ട് പോലും എന്ത് പറയുന്നത്, റിഗ്രഷൻ എന്ന് പറയുന്നത്. ഒരു എസ് ഷേപ്ഡ് കർവ് അവിടെ ക്രിയേറ്റ് ചെയ്യും ത്രെഷോൾഡ് വാല്യൂ വെച്ചിട്ട് സ്പ്ലിറ്റ് അപ്പ് ചെയ്യുമ്പോൾ. സോ അതുകൊണ്ടാണ് അതിനെ ലോജിസ്റ്റിക് റിഗ്രഷൻ എന്ന് പറയാൻ കാരണം. ദെൻ നമുക്ക് ഇവിടെ കുറച്ച് ഇൻപുട്ട് ഫീച്ചേഴ്സ് ഉണ്ടായിരുന്നു. ഈ ഏജ് തൊട്ട് ഒബേസിറ്റി വരെയുള്ളത് നമ്മുടെ ഫീച്ചേഴ്സ് ആണ്. ഇതിലൊന്നും നമുക്ക് കളയാൻ പറ്റുന്നതില്ല, അതുകൊണ്ടാണ് നമ്മൾ കളയാത്തത്. ഇപ്പോൾ ID ഒക്കെ പോലുള്ള കോളംസ് ഉണ്ടെങ്കിൽ നമുക്കത് വേണമെങ്കിൽ റിമൂവ് ചെയ്യാം, നമുക്കത് ആവശ്യമില്ല. സോ ഈ ഏജ് തൊട്ട് ഒബേസിറ്റി വരെയുള്ളത് നമ്മുടെ ഫീച്ചേഴ്സും, ക്ലാസ് എന്ന് പറയുന്നത് നമ്മുടെ ടാർഗറ്റ് കോളം ആണ്. ദെൻ നമ്മൾ എന്ത് ചെയ്യും, കമ്പ്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ നമ്മുടെ ലീനിയർ കോമ്പിനേഷൻസ് ഒക്കെ ഇക്വേഷൻസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ കമ്പ്യൂട്ടേഷൻസ് ഒക്കെ അവിടെ നടക്കുന്നുണ്ട്. സോ ബൈനറി ക്ലാസിഫിക്കേഷൻ ആണ് നമ്മളിവിടെ കൊടുക്കാമെന്ന്, ലൈക്ക് 2 വാല്യൂസ് ആണല്ലോ വരുന്നത്. ബൈനറി എന്ന് പറയുമ്പോൾ അതായത് 0 or 1, ആ ഒരു സെയിം വേ തന്നെയാണ് പോസിറ്റീവ് ഓർ നെഗറ്റീവ്. ഈ വാല്യൂ ആയിരിക്കും നമ്മുടെ ടാർഗറ്റ് കോളത്തിൽ വരുന്നത്. സോ അതിൻ്റെ പ്രോബബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യും, സിഗ്മോയിഡ് ഫംഗ്ഷൻസ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. സോ അതിൽ മെയിനായിട്ട് എന്താണ് വർക്കിംഗ് വരുന്നത്, സിഗ്മോയിഡ് ഫംഗ്ഷനിൽ പ്രോബബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സിഗ്മോയിഡ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. ദെൻ ഒരു ത്രെഷോൾഡ് വാല്യൂ വെച്ചിട്ടാണ് ഈ പ്രിഡിക്ഷൻസ് ഒക്കെ ഫൈനലി പ്രിഡിക്ഷൻ നടത്തുന്നതും. ദെൻ അതിൽ നിന്ന് നമുക്ക് വാല്യൂസ്, അതായത് ത്രെഷോൾഡ് വാല്യൂക്കാളും കൂടുതൽ 0.5നേക്കാളും കൂടുതലാണെങ്കിൽ അതിനെ എന്താണ് ട്രൂ ആയിട്ടും, കുറവാണെങ്കിൽ ഫോൾസ് ആയിട്ടും കൺസിഡർ ചെയ്യുന്നത് ഇതിലാണ്, ലോജിസ്റ്റിക് റിഗ്രഷനിലാണ് അതിൻ്റെ വർക്കിംഗ് വരുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ഡാറ്റ ടൈപ്പ് ചെക്ക് ചെയ്ത് നോക്കി, കംപ്ലീറ്റ് ഒബ്ജക്റ്റ് ടൈപ്പ് ആയിരുന്നു. ബട്ട് നമ്മൾ ഡാറ്റേനെ ഒബ്സർവ് ചെയ്തപ്പോഴെന്താണ്, ഇവിടം തൊട്ട് ഇവിടം വരെയും കംപ്ലീറ്റ് യെസ് ഓർ നോ ആണ്. സോ ഇൻഡിവിജ്വലി ഓരോ കോളം ബൈ കോളം എന്നുള്ളത് അത്ര ഈസി ആയിട്ടുള്ള ടാസ്ക് അല്ല. സോ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, എളുപ്പപ്പണിക്ക് നമ്മൾ റീപ്ലേസ് ചെയ്യുകയാണ് ചെയ്തത്. യെസ് ഉള്ളടത്ത് 1ഉം നോ ഉള്ളടത്ത് 0 ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു, റീപ്ലേസ് ചെയ്തു. സോ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള കോളംസ് 1 by 1 ആയിട്ട് റീപ്ലേസ് ചെയ്യുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്തു, ഓരോന്നിനെയും ഇൻഡിവിജ്വലി ചെയ്യാതെ കംപ്ലീറ്റ്ലി റീപ്ലേസ് യൂസ് ചെയ്തിട്ട് അങ്ങ് നമ്മൾ കംപ്ലീറ്റ് വാല്യൂസിനെ അങ്ങ് ചേഞ്ച് ചെയ്യുകയാണ് ചെയ്തത്. സോ നമുക്കിപ്പോൾ ഒറ്റ കോളം മാത്രം ചേഞ്ച് ചെയ്താൽ മതി, ജെൻഡറിനെ മാത്രം നമുക്ക് എന്ത് ചെയ്താൽ മതി, ന്യൂമറിലേക്ക് ഇനി കൺവേർട്ട് ചെയ്താൽ മതി. സോ ജെൻഡറിന് നമ്മൾ യൂണിക് വാല്യൂസ് ഫൈൻഡ് ഔട്ട് ചെയ്തതിന് ശേഷം മാപ്പിംഗ് യൂസ് ചെയ്തിട്ട് ഈസി ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ന്യൂമറിക്കൽ കോളംസ് ആയിട്ട് കൺവേർട്ട് ചെയ്തു. സോ നമ്മുടെ
എന്താണ് നമ്മുടെ ഏജ് തൊട്ടുള്ള ഒബേസിറ്റി വരെയുള്ള എല്ലാ ഫീച്ചേഴ്സിനെയും നമ്മൾ എന്ത് ചെയ്തു, ന്യൂമറിക്കലിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് നൾ വാല്യൂസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം. നൾ വാല്യൂസ് ഉണ്ടായില്ല. ദെൻ എന്താണ് എക്സും വൈ നമ്മൾ സ്പ്ലിറ്റിങ് ചെയ്തു. അതായത് ഫീച്ചേഴ്സിന് ഒരു എക്സ് ആയിട്ടും ടാർജറ്റ് കോളത്തിനെ, അതായത് നമ്മുടെ ഈ ഒരു ഡാറ്റാ സെറ്റിലെ ടാർജറ്റ് കോളം ക്ലാസ്സിനെ നമ്മൾ എന്തായിട്ടും സ്പ്ലിറ്റ് ചെയ്തു, വൈ ആയിട്ടും സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ നമ്മൾ മുമ്പ് ചെയ്ത പോലെ ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. സോ എക്സ് ട്രെയിനും വൈ ട്രെയിനും ഒക്കെ ആയിട്ട് ഇവിടെ സ്പ്ലിറ്റിങ് നടക്കും. ഇവിടെ 0.2 ആണ് കൊടുത്തിരിക്കുന്നത്. ഈ 2ന് പകരം 3 ആണെങ്കിൽ 70-30 എന്നുള്ള റേഷ്യോയിലായിരിക്കും ഈ സ്പ്ലിറ്റിങ് നടക്കുന്നത്. ദെൻ ഒരു റാൻഡം സ്റ്റേറ്റ് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഡാറ്റ ആയിട്ട് സ്പ്ലിറ്റിങ് നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു റാൻഡം സ്റ്റേറ്റും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ദെൻ അതിൻ്റെ ഷേപ്പ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ദെൻ നമ്മൾ എന്ത് ചെയ്തു, മോഡൽ ക്രിയേറ്റ് ചെയ്തു. മോഡൽ ക്രിയേഷനൊക്കെ ഓൾമോസ്റ്റ് സിമിലർ ആട്ടോ. മോഡൽ ഈക്വൽ ടു അത് ഏതാണോ ആ ഒരു അൽഗോരിതം നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നത് ആ ഒരു മോഡലിന് നെയിം കൊടുക്കുക. ഫിറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് വരുന്നത് സ്കോർ ചെക്ക് ചെയ്യുന്നുണ്ട്. ഏകദേശം അത്യാവശ്യം 0.9 ഒക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല മോഡലാണത്. 0.9 വാല്യൂസ് ഒക്കെ വരുന്നുണ്ട്. ദെൻ നമ്മൾ എന്ത് ചെയ്തു, വൈപ്രെഡ് കണ്ടുപിടിച്ചു. മോഡലിൽ പ്രിഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വൈപ്രെഡ് ജസ്റ്റ് സെപ്പറേറ്റ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. റാൻഡം ആയിട്ട് വാല്യൂസ് ഒക്കെ എടുത്തിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടൊക്കെ കൊടുക്കുന്നുണ്ട്. സോ എക്സ് ടെസ്റ്റിലെ വാല്യൂസ് പ്രിഡിക്ഷന് വേണ്ടി നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ദെൻ ട്രൂ വാല്യൂസ്, അതായത് ആക്ച്വൽ വാല്യൂസും അതേപോലെ പ്രിഡിക്റ്റഡ് വാല്യൂസും നമ്മൾ എന്ത് ചെയ്ത് കൊടുത്തു, ഒരു ഡാറ്റ ഫ്രെയിം പോലെ നമ്മൾ പുതിയത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ട്രൂ വാല്യൂസും പ്രിഡിക്റ്റഡ് വാല്യൂസും നമ്മളൊരു ഡാറ്റ ഫ്രെയിമിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ദെൻ നമ്മൾ ആക്യുറസി സ്കോർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആക്യുറസി സ്കോർ എന്ന് പറയുമ്പോൾ എത്രത്തോളം ആക്യുറസി ഉണ്ട്, വൈ ടെസ്റ്റും വൈ പ്രെഡിക്റ്റും തമ്മിൽ എത്രത്തോളം ആക്യുറസി ഉണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത് ചെക്ക് ചെയ്തത്. നെക്സ്റ്റ് വരുന്നത് കൺഫ്യൂഷൻ മെട്രിക്സ് ആണ്. കൺഫ്യൂഷൻ മെട്രിക്സിന്റെ വാല്യൂസ് എങ്ങനെയാണ് വന്നിരിക്കുന്നത്, നമ്മൾ കോറിലേഷൻ ഒക്കെ കൊടുക്കുന്ന പോലെ ഒരു ഔട്ട്പുട്ടാണ് വന്നിരിക്കുന്നത് അല്ലേ. അതായത് കൺഫ്യൂഷൻ മെട്രിക്സ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ക്ലാസിഫിക്കേഷൻ മോഡൽ അല്ലെങ്കിൽ ഒരു ക്ലാസിഫിക്കേഷൻ അൽഗോരിതം ഇംപ്ലിമെന്റ് ചെയ്യുന്നതിൽ ഒരു 2x2 അല്ലെങ്കിൽ അതിലും കൂടുതൽ ടേബിൾസ് പെർഫോമൻസ്, നമ്മുടെ ക്ലാസിഫിക്കേഷൻ മോഡലിൻ്റെ പെർഫോമൻസ് നമ്മുടെ ആക്ച്വൽ വാല്യൂം പ്രിഡിക്റ്റഡ് വാല്യൂം വെച്ചിട്ട് ഉള്ള ക്ലാസിഫിക്കേഷൻ മോഡലിൻ്റെ പെർഫോമൻസ് ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടാബുലർ ഫോമാറ്റിൽ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഇത് കൺഫ്യൂഷൻ മെട്രിക്സ് എന്ന് പറയുന്നത്. അതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ബൈനറി ക്ലാസിഫിക്കേഷൻ ആണെങ്കിൽ ഇവിടെ ഇത് നോക്കൂ, ഇവിടെ വാല്യൂസ് വന്നതുണ്ടോ, ഇതിലെങ്ങനെയാണ് വരിക എന്ന് വെച്ചാൽ ഇവിടെ ട്രൂ വാല്യൂസും ഇവിടെ പ്രിഡിക്ഷൻസ് ആണ് വരുന്നത്. സോ പ്രിഡിക്ഷൻ ഇവിടെ എത്ര ട്രൂ പോസിറ്റീവ്സ് ഉണ്ടെന്ന്, ആക്ച്വൽ വാല്യൂ ട്രൂവും വരണതും അതേപോലെ തന്നെ പ്രിഡിക്റ്റഡ് വാല്യൂ ട്രൂ വരണതുമാണ് ഇവിടെ വരിക. ഇവിടെ കേട്ടോ ആക്ച്വൽ വാല്യൂ ട്രൂവും പ്രിഡിക്റ്റഡ് വാല്യൂവും ട്രൂ വരുന്നത്. ട്രൂ പോസിറ്റീവ് എന്ന് പറയും നമ്മൾ ഈ ഒരു പൊസിഷനെ, ട്രൂ പോസിറ്റീവ് പറയും. ഇനി ഇപ്പുറത്ത് എന്ന് വെച്ചാൽ ഇവിടെ പ്രിഡിക്ഷൻ യെസ് ആയിട്ട് അസ്യൂം ചെയ്യുക, ഇവിടെ പ്രിഡിക്ഷൻ നോ ആയിട്ടും അസ്യൂം ചെയ്യുക. ഇവിടെ ആക്ച്വലി യെസ് ആയിട്ടുള്ള ആക്ച്വൽ വാല്യൂ യെസ്സും ഇവിടെ ആക്ച്വൽ വാല്യൂ നോ ആയിട്ടുള്ളതാണ് അസ്യൂം ചെയ്യുക. ഓക്കെ, 1-0 ഇവിടെയാണല്ലോ വരുന്നത്. സോ 1-0 വരുമ്പോൾ അത് നേരെ തിരിച്ചായിരിക്കും വരുന്നത്. സോ ഇവിടെ പ്രിഡിക്ഷൻ വരുമ്പോൾ 1 യെസ് ഇവിടെ. ഓക്കെ സോറി എനിക്ക് മനസ്സിലായില്ല. ഓക്കെ, ഇവിടെ ഈ നമ്പേഴ്സും കൂടി ഒന്ന് നോക്കാം കേട്ടോ. ഇവിടെ പ്രിഡിക്ഷൻസ് എക്സ് ആക്സിസിൽ പ്രിഡിക്ഷൻസ് ആണ് വരുന്നത്. വൈ ആക്സിസിൽ എന്തായിരിക്കും വരുന്നത്, ട്രൂ വാല്യൂസ്, ആക്ച്വൽ വാല്യൂസ്, നമ്മുടെ ഡാറ്റാ സെറ്റിലുള്ള ആക്ച്വൽ വാല്യൂസ് ആണ് ഇതിൽ വരുന്നത്. ഇതിൽ നെക്സ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഇതിലിപ്പോൾ ഇവിടെ ഒരു 59 ആണുള്ളത്. ഇവിടെ ട്രൂ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ് കൊടുത്തിരിക്കുന്നത്, അതായത് യെസ്. ആക്ച്വൽ വാല്യൂ ട്രൂ ആയിട്ടുള്ളത്, ഞാനത് ഗ്രാഫ് പ്രെഡിക്ഷനും ട്രൂ വന്നിട്ടുള്ളതാണ് ഈ ഒരു 59 വരുന്നത്. ഓക്കെ ഓക്കെ, 0 ഫോൾസ് ആണ്, 1 ട്രൂ ആണ്, അത് വെച്ചിട്ട് നോക്കുക അല്ലേ. മനസ്സിലായി. ഇനി ആക്ച്വൽ വാല്യൂ ട്രൂ വന്നിട്ട് എന്താണ് ഇവിടെ ഫോൾസ് ആയിട്ടാണ്, പ്രിഡിക്ഷൻ ഫോൾസ് ആയിട്ടാണ് വന്ന കേസിനെ നമ്മൾ എന്ത് പറയും, ഫോൾസ് നെഗറ്റീവ് എന്ന് പറയും. ഇത് ട്രൂ പോസിറ്റീവും ഇത് ഫോൾസ് നെഗറ്റീവ് എന്ന് പറയും. ഓക്കെ, ആക്ച്വലി അത് ട്രൂ ആയിരുന്നു, പക്ഷെ അതിനെ നെഗറ്റീവ് ഓപ്പോസിറ്റ് ആയിട്ടാണ് വന്നത്. സോ അതിനെ ഫോൾസ് നെഗറ്റീവ്, പ്രിഡിക്ഷൻ നെഗറ്റീവ് ആയി വന്നതുകൊണ്ട്
ഫോൾസ് നെഗറ്റീവ് എന്നും ഇതിനെ ട്രൂ പോസിറ്റീവ് എന്നും പറയും. ദെൻ ഇവിടെ എന്താണ് ട്രൂ വാല്യൂ എന്ന് പറയുന്നത് എന്താണ് ഫോൾസ് ആണ് അല്ലേ. സോ ഇവിടെ ഫോൾസ് ആയിട്ട് ഇവിടെ ട്രൂ ആയിട്ട് കാണിക്കുന്ന കേസ്, അതായത് ആക്ച്വൽ വാല്യൂ ഫോൾസും പ്രിഡിക്റ്റഡ് വാല്യൂ ട്രൂവും വരുന്ന കേസിനെ നമ്മൾ എന്ത് പറയും, ഫോൾസ് പോസിറ്റീവ് എന്ന് പറയും. ഫോൾസ് പോസിറ്റീവ് ഇതാണ് വരുന്നത്. ഇത് ട്രൂ നെഗറ്റീവ് ആയിട്ടാണ് വരുന്നത്, അതായത് നെഗറ്റീവ് എന്നുള്ളത് കറക്റ്റ് ആണ്, അതാണ് ഇത് ട്രൂ നെഗറ്റീവ് വരുന്നത്. ഇത് രണ്ടും കറക്റ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട് വരുന്നതും ഇത് ഓപ്പോസിറ്റ് വന്നിട്ടുള്ളതാണ് കൺസിഡർ ചെയ്യുന്നതിന്. ആ വാല്യൂ കൗണ്ട് നോക്കിയാലും ഒരു ഐഡിയ കിട്ടും. ഓക്കെ, ഇവിടെ എത്ര എണ്ണം കറക്റ്റ് ആയിട്ട് ട്രൂ ആയിട്ട് പ്രിഡിക്റ്റ് ചെയ്യുന്നതെന്നുള്ളതും എത്ര എണ്ണം കറക്റ്റ് ആയിട്ട് ഫോൾസ് ആയിട്ട് പ്രിഡിക്റ്റ് ചെയ്തെന്നുള്ളതാണ് ഈ 39 വരുന്നത്. ദെൻ ഇവിടെ ട്രൂ ആയിട്ടും ഫോൾസ് നെഗറ്റീവ് ആയിട്ട് പ്രിഡിക്റ്റ് ചെയ്തത് ഇതാണ്, അതായത് ട്രൂ ആക്ച്വൽ വാല്യൂ ട്രൂ ആണ് ബട്ട് നെഗറ്റീവ് ആയിട്ട് പ്രിഡിക്റ്റ് ചെയ്തു. സോ ഫോൾസ് നെഗറ്റീവ് ആണ് അത് വരുന്നത്. ദെൻ ഇവിടെ വരുമ്പോൾ അത് എന്തായിരിക്കും, ഫോൾസ് പോസിറ്റീവ് ആയിരിക്കും കൺസിഡർ ചെയ്യുന്നത്. കണ്ടോ, ഇവിടെ പോസിറ്റീവ് അല്ലേ വരുന്നത്, ആക്ച്വലി അത് ട്രൂ ആയിരുന്നു. സോ ഫോൾസ് പോസിറ്റീവ് എന്നായിരിക്കും കൺസിഡർ ചെയ്യുന്നത്. ജസ്റ്റ് ഒരു ടാബ്ലറ്റ് സ്ട്രക്ചറിൽ വേണമെങ്കിൽ ഇവിടെ കമൻറ്റ് ചെയ്ത് ആഡ് ചെയ്യാം, കൺഫ്യൂഷൻ വരുന്നുണ്ടെങ്കിൽ. സോ ആക്ച്വൽ ഗസ്സും അതേപോലെ തന്നെ ഇതിൻ്റെ റിവേഴ്സ് ആയിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. ടൈപ്പ് ചെയ്യുന്നത് ശ്രദ്ധിച്ചോ, എഴുതുന്നത് ശ്രദ്ധിച്ചാൽ മതി. അതായത് പ്രിഡിക്റ്റഡ് 1, അതേപോലെ പ്രിഡിക്റ്റഡ് നോയും, അതായത് 0 ആയിരിക്കും കൺസിഡർ ചെയ്യുന്നത്. ഇത് ആക്ച്വൽ വാല്യൂ യെസ് എന്ന് പറയുമ്പോൾ 1ഉം അതേപോലെ തന്നെ നോ വരുന്ന കേസാണ്. സോ ഇവിടെ 0 ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇവിടെ രണ്ടും കറക്റ്റ് ആയിട്ട് 1ഉം വരുന്ന സ്ഥലത്തിന് എന്ത് പറയും, ട്രൂ പോസിറ്റീവ് എന്ന് പറയും കേട്ടോ. ട്രൂ പോസിറ്റീവ് അല്ലെങ്കിൽ എന്താ TP, ട്രൂ പോസിറ്റീവ് എന്ന് പറയും. ഇനി ആക്ച്വൽ വാല്യൂ കറക്റ്റ് ആയിട്ടും പ്രിഡിക്റ്റഡ് വാല്യൂ ഫോൾസ് ആയിട്ടാണ് വരുന്നുണ്ടെങ്കിൽ അതിനെ ഫോൾസ് നെഗറ്റീവ് എന്ന് പറയും. സോ ഫോൾസ് നെഗറ്റീവ് ആണ് പറയുക. സോ അതിനെ കൊടുക്കാം. അതേപോലെ ആക്ച്വൽ വാല്യൂ 0 ആയിട്ട് ഉള്ളതും ബട്ട് അതിനെ ട്രൂ ആയിട്ട് പ്രിഡിക്റ്റ് ചെയ്തു. സോ അങ്ങനത്തെ കേസിനെ നമ്മൾ എന്ത് പറയും, ഫോൾസ് പോസിറ്റീവ് എന്ന് പറയും. ഇൻ ഷോർട്ട് FP എന്ന് പറയും. അതേപോലെ ആക്ച്വൽ വാല്യൂ ഫോൾസ് ആയിട്ടും അതിനെ കറക്റ്റ് ആയിട്ട് ട്രൂ ആയിട്ട് പ്രിഡിക്റ്റ് ചെയ്തതിനെ ട്രൂ നെഗറ്റീവ് എന്നും പറയും. ഇതാണ് ഈ ഗ്രാഫിൽ വരുന്നത്. സോ 0സും 1സും നോക്കിയിട്ട് എന്ത് ചെയ്യുക, ഒബ്സർവ് ചെയ്യുക കേട്ടോ, ഡാറ്റാസിനെ കൺഫ്യൂസ്ഡ് ആവരുത്. ഈ ഒരു ഫോമാറ്റിലാണ് നമുക്ക് ഈ വാല്യൂ വന്നിരിക്കുന്നത്. ഈ 0സും 1സും പ്രിഡിക്ഷൻ്റെയും ട്രൂ വാല്യൂസിൻ്റെയും 0സും 1സും വെച്ചിട്ട് ആ ഒരു കോളംസിനെ ഐഡൻറ്റിഫൈ ചെയ്യുക കേട്ടോ. ഈ ഒരു രീതിക്കായിരിക്കും കൺഫ്യൂഷൻ മെട്രിക്സ് വർക്ക് ചെയ്യുന്നത്. ദെൻ എന്താണ് സ്ട്രോക്കിലൊക്കെയാണെന്ന് വെച്ചാൽ 0സും 1സും വരുന്ന കേസിലൊക്കെ നമുക്ക് ഈസിലി ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും എത്ര എണ്ണമാണ് കറക്റ്റ് ആയിട്ട് വന്നതെന്നൊക്കെയുള്ള നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷൻ റിപ്പോർട്ടാണ് അല്ലേ. സോ നെക്സ്റ്റ് നമ്മൾ ക്ലാസിഫിക്കേഷൻ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് ക്രൈറ്റീരിയാസ് അല്ലെങ്കിൽ കുറച്ച് ഫീച്ചേഴ്സ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. പ്രിസിഷൻ, റീകോൾ, F1 സ്കോറിന് കൊടുത്തിട്ടുണ്ട്.
ഒരു ക്ലാസിഫിക്കേഷൻ റിപ്പോർട്ട് എന്ന് പറയുന്നത് നമുക്ക് പ്രിസിഷൻ റീകോൾ, അതേപോലെ തന്നെ F1 സ്കോർ, ഓരോ ക്ലാസ്സിനെയും സപ്പോർട്ട് ചെയ്യുന്നത്, അതായത് ബൈനറി നമ്പേഴ്സിനെ ഓരോന്നിനെയും സപ്പോർട്ട് ചെയ്യുന്ന ഈ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഡിസ്പ്ലേ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് നമുക്ക് ആ മോഡലിന്റെ ബാലൻസ്, ഇംബാലൻസ്ഡ് ക്ലാസ്സസ് ഒക്കെ ഉണ്ടാവുമല്ലോ. സ്റ്റോക്ക് പ്രഡിക്ഷൻ ആണെങ്കിൽ കുറച്ച് ആൾക്കാർക്ക് മാത്രമായിരിക്കും സ്റ്റോക്സ് ഒക്കെ വരുന്നത്. സോ അതൊരു ഇംബാലൻസ്ഡ് ഡാറ്റ ആയിട്ട് വരും. സോ നമ്മൾ മോഡലിൽ ഇവാലുവേറ്റ് ചെയ്യുന്ന ടൈമിൽ ആ ഒരു എന്താ പറയുക, പ്രഡിക്ഷനെ എഫക്റ്റ് ചെയ്യാത്ത രീതിക്ക് നമുക്ക് ഔട്ട്പുട്ട് വേണമല്ലോ. സോ അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഹെൽപ്ഫുൾ ചെയ്യും. സോ അതിന് വേണ്ടിയിട്ട് പ്രിസിഷൻ ചെക്ക് ചെയ്തു. പ്രിസിഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ കൺഫ്യൂഷൻ മാട്രിക്സ് ചെയ്തില്ലായിരുന്നു. ട്രൂ പോസിറ്റീവ് ബൈ ട്രൂ പോസിറ്റീവ് പ്ലസ് ഫാൾസ് പോസിറ്റീവ് എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ടാണ് എന്ത് കണ്ടുപിടിക്കുന്നത്, പ്രിസിഷൻ കണ്ടുപിടിക്കുന്നത് കേട്ടോ. അത് വേണമെങ്കിൽ കമൻറ്റ് ചെയ്തിടാം. ഇതിൽ പ്രിസിഷൻ ട്രൂ പോസിറ്റീവ് ബൈ എന്താണ്, ട്രൂ പോസിറ്റീവ് പ്ലസ് ഫാൾസ് പോസിറ്റീവ്. ഈ ഒരു ഇക്വേഷനിലാണ് പ്രിസിഷൻ കണ്ടുപിടിക്കുന്നത്. നമ്മുടെ പ്രിഡിക്റ്ററിൽ എത്ര എണ്ണം പോസിറ്റീവ് കണ്ടുപിടിച്ചു എന്നുള്ളതാണ് ഈ പ്രിസിഷനിൽ വരുന്നത്. എത്ര എണ്ണം നെഗറ്റീവായിട്ട് കറക്റ്റായിട്ട് കണ്ടുപിടിച്ചു, അതേപോലെ തന്നെ എത്ര എണ്ണം പോസിറ്റീവായിട്ട് പ്രോപ്പറായിട്ട് കണ്ടുപിടിച്ചു എന്നുള്ളത് ഒരു പെർസെൻറ്റേജ് ലെവലിൽ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രിസിഷൻ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ റീകോൾ ആണ്. സെൻസിറ്റിവിറ്റി, ആക്ച്വലി പോസിറ്റീവ് ആയിട്ടുള്ളതിനെ എത്ര എണ്ണം കണ്ടുപിടിച്ചു എന്നുള്ളത്. അതായത് നോക്കാം. സെക്കൻഡ് വൺ റീകോൾ ആണ്. അതിൻ്റെ ഇക്വേഷൻ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ട്രൂ പോസിറ്റീവ്, കറക്റ്റ് ആയിട്ടുള്ള ട്രൂ പോസിറ്റീവ് ബൈ എന്താ കണ്ടുപിടിക്കും, ട്രൂ പോസിറ്റീവിന്ന് ഫാൾസ് നെഗറ്റീവ് ആഡ് ചെയ്യുവാണ് ചെയ്യുന്നത്. ഫാൾസ് നെഗറ്റീവ് എന്ന് പറയുമ്പോൾ ഏതായിരിക്കും വരുന്നത്, FN. ഇവിടെ ട്രൂ പോസിറ്റീവും ഫാൾസ് നെഗറ്റീവും നമ്മൾ എന്താണ് ആഡ് ചെയ്തിട്ട് ട്രൂ പോസിറ്റീവിന് ഡിവൈഡ് ചെയ്യുവാണ് ചെയ്യുന്നത് അല്ലേ. ചെക്ക് ചെയ്തൊക്കെ, ഫാൾസ് നെഗറ്റീവ് തന്നെയാണ്. ഓക്കെ, സോ അങ്ങനെയാണ് നമ്മൾ സെൻസിറ്റിവിറ്റി അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റീകോൾ ചെക്ക് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് വൺ F1 സ്കോർ ആണ്. F1 സ്കോർ എന്ന് പറയുന്നത് ഒരു ഹാർമോണിക് മീൻ, പ്രിസിഷന് റീകോളിന് ഹാർമോണിക് മീൻ വെച്ചിട്ടാണ് F1 സ്കോർ കണ്ടുപിടിക്കുന്നത് കേട്ടോ. സോ ഹാർമോണിക് മീൻ ഓഫ് പ്രിസിഷൻ ആൻഡ് റീകോൾ, ഇതാണ് എന്ത് F1 സ്കോർ എന്ന് പറയുന്നത്. നമുക്കൊരു അൺഈവൻ ക്ലാസ് ഡിസ്ട്രിബ്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ അതിന് ബാലൻസ് മെട്രിക്സ് ആക്കാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഈ F1 സ്കോർ ഹെൽപ്ഫുൾ ചെയ്യും. ഇപ്പോൾ അറൗണ്ട് 0.93 ഒക്കെ അത്യാവശ്യം നല്ല റേഞ്ചിൽ നമുക്ക് സ്കോഴ്സും എല്ലാം ഉള്ളത് കൊണ്ട് ഇതൊരു അത്യാവശ്യം നല്ലൊരു മോഡലാണ് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. സോ നെക്സ്റ്റ് വരുന്നത് സപ്പോർട്ടാണ്. സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ക്ലാസ്സിലെയും ആക്ച്വൽ സാമ്പിൾസ്, നമ്മുടെ ക്ലാസ്സിൻ്റെ ഇംബാലൻസ് ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സപ്പോർട്ട്സ് യൂസ് ചെയ്യുന്നത്. ഓരോ ക്ലാസ്സിലെയും ആക്ച്വൽ സാമ്പിൾസ് എത്രയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുക കേട്ടോ. അതായത് നമ്പർ ഓഫ് ആക്ച്വൽ സാമ്പിൾസ് ഓഫ് ഈച്ച് ക്ലാസ്, അതായത് ഇംബാലൻസ് ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട്, ക്ലാസ്സിൻ്റെ ഇംബാലൻസ് ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഇതൊക്കെയാണ് നമ്മുടെ മെയിനായിട്ട് ക്ലാസിഫിക്കേഷൻ റിപ്പോർട്ടിൽ വരുന്നത്. ഇതിൽ പ്രിസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഫാൾസ് പോസിറ്റീവ് ഭയങ്കര ബാഡായിട്ടാണ്, അതായത് സ്പാം ഫിൽറ്ററിങ്ങിലൊക്കെ, നമ്മൾ ഇമെയിൽ സ്പാം ഫിൽറ്ററിങ്ങിലൊക്കെ സ്പാം, ശരിക്കും ഇമെയിൽസ് റിയൽ ആയിട്ടുള്ള ഇമെയിൽസിനെയൊക്കെ സ്പാം ആയിട്ട് കൊടുക്കുന്നതിനൊക്കെയാണ് എന്താ ഫാൾസ് പോസിറ്റീവ് എന്ന് ഉദ്ദേശിക്കുന്നത്. സോ അങ്ങനത്തെ വാല്യൂസ് ഒക്കെ ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, ഭയങ്കരമായിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രിസിഷൻ യൂസ് ചെയ്യുന്നത്. ദെൻ റീകോൾ എന്ന് പറയുമ്പോൾ ഫാൾസ് നെഗറ്റീവ് ഭയങ്കരമായിട്ടുണ്ടെങ്കിൽ ഇത് ആക്ച്വൽ സ്റ്റോക്കിൻ്റെ ഡാറ്റ ആണെന്നുണ്ടെങ്കിൽ ആക്ച്വലി സ്റ്റോക്ക് ഉള്ളതിനെ
എന്താണ് സ്റ്റോക്ക് ആയിട്ട് ട്രൂ ആയിട്ട് കാണിക്കുന്നില്ല എന്നുള്ള കേസിനൊക്കെ റീകോൾ വെച്ചിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇനി F1 സ്കോർ എന്ന് പറയുമ്പോൾ പ്രിസിഷനും റീകോളും തമ്മിലുള്ള ബാലൻസ് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ F1 സ്കോർ യൂസ് ചെയ്യുന്നത്. നമുക്കൊരു ബാലൻസ് വേണം, പ്രിസിഷനും റീകോളും തമ്മിലൊരു ബാലൻസ് വേണം. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് F1 സ്കോർ യൂസ് ചെയ്യുന്നത്. സപ്പോർട്ട് എന്ന് പറയുമ്പോൾ ആ ക്ലാസ് ഡിസ്ട്രിബ്യൂഷനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സപ്പോർട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇതൊക്കെയാണ് മെയിനായിട്ട് വരുന്ന ക്ലാസിഫിക്കേഷൻ റിപ്പോർട്ടിൽ വരുന്നത്. നമ്മൾ ആ കോളത്തിന് നെയിം എടുത്തത് എത്ര കോളംസ് എത്ര വാല്യൂസ് ഫീച്ചേഴ്സ് നമ്മൾ കൊടുക്കണം എന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. സോ അത് വെച്ചിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്, നെഗറ്റീവാണ് പ്രിഡിക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ നമ്മൾ ലാസ്റ്റ് ചെയ്തപോലെ മോഡൽ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. അത് വെച്ചിട്ട് റീഡ് ചെയ്തെടുത്തിട്ട് പ്രിഡിക്ഷനൊക്കെ ചെയ്യണമെങ്കിൽ ചെയ്യാം കേട്ടോ, അതൊന്നും ഇഷ്യൂസ് ഇല്ല. ദെൻ നമുക്ക് നെക്സ്റ്റ് വരുന്നത് ലോജിസ്റ്റിക് റിഗ്രഷൻ്റെ ഒരെണ്ണം കഴിഞ്ഞു. നെക്സ്റ്റ് ഐറിസ് ഡാറ്റ വെച്ചിട്ട് ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. നെക്സ്റ്റ് നമ്മൾ ഐറിസ് ഡാറ്റ വെച്ചിട്ട് ഡിസ്കസ് ചെയ്യൂ കേട്ടോ. ഇതിലേതെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? ഇല്ല, മനസ്സിലായി. ദെൻ നമ്മുടെ ഇതിൽ മോഡൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇമ്പോർട്ട്സ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. വിഷ്വലൈസേഷന് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇപ്പം നമ്മൾ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് വിഷ്വലൈസേഷൻ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. വേണമെങ്കിൽ എന്ത് ചെയ്യാം, ബോക്സ് പ്ലോട്ടൊക്കെ ചെയ്ത ഔട്ട്ലെയേഴ്സിനും ചെക്ക് ചെയ്ത് നോക്കണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അതൊന്നും യാതൊരു ഇഷ്യൂസ് ഒന്നും ഇല്ല. ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഔട്ട്ലെയേഴ്സിനെ റിമൂവ് ചെയ്യണമെങ്കിൽ ചെയ്ത് നോക്കാം. ഇതിപ്പോൾ അത്യാവശ്യം നല്ല ഡാറ്റ സെറ്റ് ആയതുകൊണ്ടാണ് അത് ചെയ്യാതിരുന്നത്. നിങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച നമ്മളെ സ്റ്റെപ്സ് ഒന്നും സ്കിപ്പ് ചെയ്യാതെ ചെയ്ത് നോക്കാം കേട്ടോ. സോ യൂണിക് വാല്യൂസ് ഒക്കെ ചെക്ക് ചെയ്തിട്ട് വേണം മസ്റ്റായിട്ടും എന്ത് ചെയ്യാൻ, റീപ്ലേസ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ. യെസ് ഓർ നോ ആയതുകൊണ്ടാണ് നമ്മൾ ആ റീപ്ലേസിൽ ഒതുക്കിയത്. ദെൻ ഈ ഇമ്പോർട്ട്സ് മസ്റ്റായിട്ടും നോക്കി വെക്കണേ. ഇമ്പോർട്ട്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതേപോലെ ഡാറ്റ സെറ്റിന് ആക്യുറസി സ്കോർ കൺഫ്യൂഷൻ മെട്രിക്സ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ദെൻ ഇവിടെ ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഡാറ്റ ടൈപ്പ് ചെക്ക് ചെയ്ത് നോക്കി, ഇൻഫോ ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് ചേഞ്ച് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാം, ഇവിടെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ടല്ലോ, നൾ വാല്യൂസ് ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. അതേപോലെ ഡിസ്ക്രൈബ് ഒക്കെ എടുത്ത് നോക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. ഇതൊക്കെ മസ്റ്റായിട്ടും ചെയ്ത് നോക്കേണ്ട കാര്യങ്ങളാണ്. സോ കഴിഞ്ഞിട്ട് കൊടുക്കുക. നെക്സ്റ്റ് സെല്ലിൽ ഡാറ്റ ഡോട്ട് ഇൻഫോ ഒക്കെ ചെയ്ത് നോക്കുക. ദെൻ വിഷ്വലൈസേഷൻസ് ഒക്കെ ആഡ് ചെയ്ത് നോക്കുക. ഇതിപ്പോൾ കംപ്ലീറ്റ്ലി നോൺ നള്ളാണ്, നൾ വാല്യൂസ് ഇല്ല. നമ്മൾ അത് കൂടി ക്ലാസ് മാത്രമാണ് ഒബ്ജക്റ്റ് ടൈപ്പ് ആയിട്ടുള്ളൂ. ദെൻ എന്ത് ചെയ്യാം, എക്സും വൈയും സ്പ്ലിറ്റ് ചെയ്യുന്നതിനേക്കാളും മുമ്പ് അല്ലെങ്കിൽ അതിന് ശേഷമോ എന്ത് ചെയ്യാം, വിഷ്വലൈസേഷൻസ് ആഡ് ചെയ്യാം. ബോക്സ് പ്ലോട്ടൊക്കെ ആഡ് ചെയ്ത് നോക്കാം. ദെൻ ഇതിൽ എന്തെങ്കിലും ഔട്ട്ലയേഴ്സ് ഉണ്ടോയെന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. നെക്സ്റ്റേക്ക് ബോക്സ് പ്ലോട്ടോ അല്ലെങ്കിൽ സ്കാറ്റർ പ്ലോട്ടോ ഏത് പ്ലോട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അതിൽ എന്ത് ചെയ്യുക, ചെക്ക് ചെയ്ത് നോക്കുക അതിൽ ഔട്ട്ലയേഴ്സ് വരുന്നുണ്ടോ. ക്ലാസിഫിക്കേഷൻ ഡാറ്റ സെറ്റ് എങ്ങനെയാണ് ഇതിനെ ക്ലാസിഫിക്കേഷൻ ഡാറ്റ സെറ്റായിട്ട് കൺസിഡർ ചെയ്തത്. അതേപോലെ നമ്മൾ ഇതിൽ സൂപ്പർവൈസ്ഡിൽ നമ്മൾ റിഗ്രഷൻ ചെയ്തിരുന്നു അല്ലേ. അഡ്മിഷൻ പ്രിഡിക്സിൽ നമ്മൾ കണ്ടുപിടിച്ചെന്തായിരുന്നു, ചാൻസ് ഓഫ് അഡ്മിറ്റ് ആയിരുന്നു. ഇത് നമുക്ക് പ്രോപ്പറായിട്ട് പറയാൻ പറ്റില്ല. യെസ് ഓർ നോ എന്നുള്ള രീതിക്കല്ല ഇതിൻ്റെ ഔട്ട്പുട്ട് വന്നിരുന്നത്. എന്താണ്, ഒരു കണ്ടിന്യൂസ് നമ്പേഴ്സ് ആണ്, ബട്ട് നമുക്ക് ഫിക്സഡ് ആയിട്ടൊരു എമൗണ്ട് നമുക്ക് പറയാൻ പറ്റില്ലായിരുന്നു. സോ അതുകൊണ്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്തത്, ഇവിടെ റിഗ്രഷൻ നമ്മൾ യൂസ് ചെയ്തത് കേട്ടോ. ഇതിൻ്റെ ടാർജറ്റ് കോളം നോക്കുക. ഡയബറ്റിക്സിൽ പോസിറ്റീവ് നെഗറ്റീവ് എന്നുള്ളതായിരുന്നു നമ്മുടെ ടാർജറ്റ് കോളം. ഇവിടെ വരുമ്പോൾ ചാൻസ് ഓഫ് അഡ്മിറ്റ് ആണ് നമ്മുടെ ടാർജറ്റ് കോളം എന്നത്. അതുകൊണ്ടാണ് നമ്മൾ റിഗ്രഷൻ അൽഗോരിതം ഈ ഒരു ഡാറ്റ സെറ്റിൽ ഇംപ്ലിമെന്റ് ചെയ്തത്. സോ ടാർജറ്റ് കോളം കംപ്ലീറ്റ്ലി ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഏത് അൽഗോരിതംസ് ആണ് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതെന്നുള്ളത് ഫിക്സ് ചെയ്യുന്നത് കേട്ടോ. അതേപോലെ തന്നെ അമേരിക്കൻ ഹൗസിംഗ് ഡാറ്റ ആണെങ്കിലും എന്തായിരുന്നു, അതുകൊണ്ട് ലീനിയർ റിഗ്രഷൻ ഉപയോഗിച്ചൊന്നല്ലേ? അതുകൊണ്ടാണ് റിഗ്രഷൻ അൽഗോരിതം ആയിട്ടുള്ള ലീനിയർ റിഗ്രഷൻ, ഈ അമേരിക്കൻ ഹൗസ് പ്രൈസ് പ്രിഡിക്ഷൻ ആയിക്കോട്ടെ, അതേപോലെ തന്നെ അഡ്മിഷൻ പ്രിഡിക്ഷൻ ആയിക്കോട്ടെ, അതിനൊക്കെ നമ്മൾ റിഗ്രഷൻ അൽഗോരിതം യൂസ് ചെയ്തത്. ഓക്കെ, ഈ യെസ് ഓർ നോ എന്നുള്ള രീതിക്കൊക്കെയാണ് നമ്മുടെ ടാർജറ്റ് കോളം വരുന്നതെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് സെറ്റ് ഓഫ് ഐറിസ് ഡാറ്റയൊക്കെ ആണെങ്കിൽ എന്താണ്, നമുക്ക് ക്ലാസിഫിക്കേഷൻ അൽഗോരിതംസ് ആണ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുക. ടാർജറ്റ് കോളം ബേസ് ചെയ്തിട്ടാണ് നമ്മളത് ഫിക്സ് ചെയ്യുന്നത്, ഏത് അൽഗോരിതം ആണ് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതെന്നുള്ളത് ഫൈനലൈസ് ചെയ്യുന്നത്. ആ ടാർജറ്റ് കോളം ഏത് ടൈപ്പാണ്, എങ്ങനെയാണ് അതിൻ്റെ യൂണിക് വാല്യൂസ് ഒക്കെ വരുന്നതിനനുസരിച്ചിട്ടാണ് ഹാൻഡിൽ ചെയ്യുന്നത് കേട്ടോ.
സോ അത്രയും ഒന്ന് മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് ഡേ നമ്മൾ ഐറിസ് വെച്ചിട്ട് ചെയ്യും. ജസ്റ്റ് ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക കേട്ടോ, ബേസിക് സ്റ്റെപ്സ്. ദെൻ ഇതിൽ വിഷ്വലൈസേഷൻ ആഡ് ചെയ്യുക കേട്ടോ. ഓരോ കോളംസും ജസ്റ്റ് ഒന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കുക എങ്ങനെയുണ്ട് ഡാറ്റാസ് ഒക്കെയാണ്, ജസ്റ്റ് ഒന്ന് ഒബ്സർവ് ചെയ്ത് നോക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് എടുക്കുന്നത്. ഇതിലെന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. താങ്ക് യു.